താങ്ക് യു ഫ്രണ്ട്സ് ഫോർ ജോയിനിങ് ഇൻ ദിസ് ലൈവ്. ഞാൻ ഒരു കഥ പറയാൻ ആഗ്രഹിക്കുകയാണ്. സ്റ്റോറി. ദിസ് ഈസ് സ്റ്റോറി ടൈം. സ്റ്റോറി ഇതാണ്. കുരിശുദ്ധ കാലത്തെ ഒരു കഥയാണ്. കുരിശുദ്ധം നിങ്ങൾക്കറിയാം, ക്രൂസൈഡ്സ്. കുരിശുദ്ധം എന്താണെന്ന് അറിയാൻ പാടില്ലാത്തവർക്ക്, കുരിശുദ്ധം എന്നാൽ വിശുദ്ധ നാടുകൾ മോചിപ്പിക്കാൻ വേണ്ടി നടത്തിയ ദീർഘമായ യുദ്ധമാണ്. യൂറോപ്പിൽ നിന്ന് എല്ലാ വീടുകളിൽ നിന്നും ആളുകൾ പോയി ഏർപ്പെട്ട ദീർഘകാലം നീണ്ടു നിന്ന യുദ്ധമാണ് കുരിശുദ്ധം. അത് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും തമ്മിലുള്ള യുദ്ധമായിരുന്നു. മുസ്ലിങ്ങളുടെ കയ്യിൽ നിന്ന് വിശുദ്ധ നഗരത്തെ മോചിപ്പിക്കാൻ വേണ്ടി നടന്ന യുദ്ധമാണ്. അന്തിമമായ വിജയം മുസ്ലിങ്ങൾക്കായിരുന്നു. അതാണ് കുരിശുദ്ധത്തിന്റെ സമ്മറി. കുരിശുദ്ധത്തിൽ ധാരാളം കഥകളുണ്ട്. കുരിശുദ്ധ കാലത്ത് ജർമ്മനിയിലെ ഒരു ഗ്രാമത്തിൽ നടന്ന ഒരു സംഭവമാണ് ഹാംലിൻ എന്ന ഗ്രാമം. ഈ ഹാംലിൻ എന്ന ഗ്രാമത്തിൽ ചോളവും ഗോതമ്പും ധാരാളം വിളയുന്ന ഒരു കാർഷിക ഗ്രാമമായിരുന്നു. അവർ കേക്കും റൊട്ടിയും ഒക്കെ ഉണ്ടാക്കി, അവിടെ മില്ലുകൾ ഉണ്ടായിരുന്നു, ചോളവും ഗോതമ്പും പൊടിക്കുന്ന. അങ്ങനെയുള്ള സമൃദ്ധമായ ഒരു ഗ്രാമത്തിൽ എലികളുടെ ശല്യം രൂക്ഷമായി. അങ്ങനെ എലികളെ നിയന്ത്രിക്കാൻ യാതൊരു നിവൃത്തിയുമില്ലാതെ വന്നപ്പോ ഒരു ദിവസം, ആ ദിവസം കൃത്യമായിട്ട് പറഞ്ഞാൽ 1284 ജൂൺ മാസം 26-ാം തീയതി. ഇന്ന് ജൂൺ 26 സോ ഇന്ന് അതിന്റെ വാർഷികമാണ്, ജൂൺ 26. അപ്പൊ ഇന്ന് ആ കഥ പറയുന്നതിൽ പ്രസക്തിയുണ്ട്. 1284 ജൂൺ മാസം 26-ാം തീയതി ഒരു പ്രത്യേക വേഷം ധരിച്ച മനുഷ്യൻ ആ ഗ്രാമത്തിൽ പ്രത്യക്ഷപ്പെട്ടു. പല നിറങ്ങളിലുള്ള തൊങ്ങലുകളുള്ള ഉടുപ്പ് ധരിച്ച ആ മനുഷ്യൻ വന്ന് വളരെ വിചിത്രമായ ഒരവകാശം പട്ടണത്തിലെ മേയറോട് പറഞ്ഞു. എനിക്ക് ഈ എലികളെ മുഴുവൻ തുരത്താൻ കഴിയും, പക്ഷേ അദ്ദേഹം ഒരു പ്രതിഫലം പറഞ്ഞു, അത്രയും പണം എനിക്ക് തരണം. മേയറും ഗ്രാമവാസികളും സമ്മതിച്ചു. ഇദ്ദേഹം തന്റെ ബാഗിൽ നിന്ന് ഒരു കുഴലെടുത്ത് ഊതുവാൻ തുടങ്ങി. ഇദ്ദേഹത്തിന്റെ കുഴൽ ഊത്ത് കേട്ട് ആ ദേശത്തുള്ള മുഴുവൻ എലികളും ഇദ്ദേഹത്തിന്റെ പിന്നിൽ അണിനിരന്നു. ഇദ്ദേഹം കുഴലൂതിക്കൊണ്ട് നടന്നുപോയി. എലികൾ ഇദ്ദേഹത്തിന്റെ പിന്നാലെ ജാഥയായിട്ട് പോയി. ഇദ്ദേഹം ഒരു പുഴയിലേക്ക് ഇറങ്ങി പുഴ ക്രോസ് ചെയ്ത് പോയി. പുഴ ക്രോസ് ചെയ്യുവാൻ ശ്രമിച്ച എലികളെല്ലാം മുങ്ങിച്ചത്തു. അങ്ങനെ എലികളെ മുഴുവൻ കൊന്നിട്ട് അയാൾ തിരിച്ചു വന്ന് പ്രതിഫലം ചോദിച്ചപ്പോ ഗ്രാമവാസികളും മേയറും ഒക്കെ അദ്ദേഹത്തെ പുച്ഛിച്ചു. പ്രതിഫലം തരാൻ കഴിവില്ല എന്ന് പറഞ്ഞു, തരികയില്ല എന്ന് പറഞ്ഞു. ആ സമയത്ത് അയാൾ വീണ്ടും കുഴലെടുത്ത് ഊതിയപ്പോ ആ ഗ്രാമത്തിലെ കുട്ടികളെല്ലാം അയാളുടെ പിന്നാലെ പോയി. അങ്ങനെ 130 കുട്ടികൾ ഇയാളെ അനുഗമിച്ചു. ഇയാൾ എത്ര ഗ്രാമവാസികൾ വിളിച്ചിട്ടും കുട്ടികൾ നിന്നില്ല. അവർ നൃത്തം ചെയ്ത് ഏതോ ഒരു സ്വപ്നത്തിന് അടിമപ്പെട്ടതുപോലെ ഇദ്ദേഹത്തെ അനുഗമിച്ചു. ഒരു മലഞ്ചെരുവിലൂടെ നടന്ന് അവർ അപ്രത്യക്ഷരായി. ഇതാണ് സ്റ്റോറി. ഇതാണ് റിയൽ ഇൻസിഡന്റ് എന്നാണ് പറയുന്നത്. 1284 ജൂൺ മാസം 26-ാം തീയതി നടന്നതാണ്. ഇതൊരു ലെജൻഡ് ആണോ, അതോ ഒരു സ്റ്റോറി ആണോ, അതോ റിയൽ സംഭവമാണോ, അതേപ്പറ്റി ചരിത്ര അന്വേഷകർ പറയുമ്പോൾ ഇത് തീർത്തും ഒരു കെട്ടുകഥയായിട്ട് എഴുതി തള്ളാൻ കഴിയുകയില്ല. കാരണം ധാരാളം തെളിവുകൾ ഇത് സംബന്ധിച്ച് ലഭിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ആ ഗ്രാമത്തിന്റെ നടുവിലുള്ള പള്ളിയിലെ ജനാല ചില്ലിൽ ഒരു കുഴലൂത്തുകാരന്റെ ചിത്രവും തങ്ങളുടെ കുട്ടികൾ ഈ 1284 ജൂൺ മാസം 26 നഷ്ടപ്പെട്ടു എന്നും അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ പള്ളി 1660 ആ പള്ളി നശിച്ചു. എന്നാൽ അതിനു മുമ്പ് ആ ലിഖിതങ്ങൾ വായിച്ചിട്ടുള്ളതാണ്. അതുപോലെ ആ സ്ഥലത്തു നിന്ന് ധാരാളം ഇരുമ്പ് തകിടുകൾ ഈ സംഭവം ആലേഖനം ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടുന്ന് 15-ാം നൂറ്റാണ്ടിന്റെ പകുതിക്ക് ജർമ്മനിയിലെ ഒരു ലൂനൻബർഗ് എന്ന് പറഞ്ഞ പട്ടണത്തിൽ നിന്നിറങ്ങുന്ന ലാറ്റിൻ ക്രോണിക്കിൾ എന്ന പത്രത്തിൽ ഈ സംഭവം അവരെഴുതിയിട്ടുണ്ട്. ധാരാളം തെളിവുകൾ ഈ സംഭവവുമായിട്ട് ബന്ധപ്പെട്ട് എഴുതി തള്ളാൻ കഴിയാത്ത ഒരു സംഭവമാണ്. 1384 ഹാംലിനിൽ നിന്നൊരു ഇൻസ്ക്രിപ്ഷൻ കിട്ടിയിരിക്കുന്നത്, ഞങ്ങളുടെ 130 കുട്ടികൾ യാത്രയായിട്ട് ഇന്ന് 100 വർഷം തികയുന്നു എന്ന് ഒരു കുറിപ്പ് കണ്ടെടുത്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള ചരിത്ര രേഖകൾ ധാരാളം ഉള്ളതുകൊണ്ട് ഇപ്പോൾ അതിനെ സിദ്ധാന്തവൽക്കരിക്കുക എന്ന് പറഞ്ഞാൽ പല സിദ്ധാന്തം. ഒരുപക്ഷെ ഒരു പകർച്ചവ്യാധി ആ ഗ്രാമത്തിൽ വന്നിട്ട് 130 കുഞ്ഞുങ്ങൾ മരിച്ചു കാണും.
അപ്പൊ അതിനെ ഇങ്ങനെ ഒരു സ്റ്റോറി ആയിട്ട് മരണത്തെ ഒരു കുഴലൂത്തുകാരനായിട്ട് ചിത്രീകരിച്ച് അങ്ങനെ ഒരു സ്റ്റോറി വന്നതാണെന്ന് ഒരു കൂട്ടർ അഭിപ്രായപ്പെടും. മറ്റൊരു കൂട്ടർ അഭിപ്രായപ്പെടുന്നു ഈ കുട്ടികൾക്ക് എന്തോ ഒരു വിഭ്രമമുള്ള രോഗം വന്നിട്ട് അവര് പോയതാണെന്നും, വേറൊരു കൂട്ടർ അവര് കുട്ടികളുടെ കുരിശുദ്ധ സൈന്യം ഉണ്ടാക്കിയതാണെന്നും, അങ്ങനെ പല പല സിദ്ധാന്തങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. എന്നാൽ ഒറിജിനൽ സ്റ്റോറിയിൽ ഈ എലികളുടെ കഥയില്ല. മറിച്ച് ഒരു ദിവസം ഒരു കുഴലൂത്തുകാരൻ അവിടെ പ്രത്യക്ഷപ്പെട്ടെന്നും കുഞ്ഞുങ്ങളെ കുഴലൂതി കൊണ്ടുപോയെന്നുമാണ് ഒറിജിനൽ സ്റ്റോറി. എലികളുടെ കഥ പിന്നീട് കൂട്ടിച്ചേർത്താണ്. ഇതാണ് സംഭവം. അത് നടന്നിട്ട് ഇന്ന് അതിന്റെ വാർഷികമാണ്. അപ്പൊ ഞാനിത് പറഞ്ഞത്, ആ 4 കുട്ടികൾ ആ ഗ്രാമത്തിൽ അയാളുടെ പിന്നാലെ പോകാതെ അവശേഷിച്ചു. 4 കുട്ടികൾ. അതില് ഒരു കുട്ടി ബദിരനായിരുന്നു. ബദിരനായതുകൊണ്ട് ഈ കുഴലൂത്ത് കേൾക്കുവാൻ അവന് സാധിച്ചില്ല, അവൻ പോയില്ല. മറ്റൊരു കുട്ടി അന്ധനായിരുന്നു, അവന് ഇവരെ ഫോളോ ചെയ്യാൻ പറ്റിയില്ല. വേറൊരു കുട്ടി മുടന്തനായിരുന്നു, അവനും പോകാൻ പറ്റിയില്ല. അങ്ങനെ അത്രയും കുഞ്ഞുങ്ങൾ അതിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടു എന്നും രേഖപ്പെടുത്തിയിരിക്കുന്നു. ഞാനിപ്പോ ഇന്ന് അതിന്റെ വാർഷികമായതുകൊണ്ട് ഈ കഥ ഇങ്ങനെ അനുസ്മരിച്ചതാണ്. ഇതിനോട് സമാനമായ, എന്നാൽ പിന്നീട് അതിന്റെ ഒരു പിൻചരിത്രമുണ്ട്. പിൻചരിത്രം ഇതാണ്: ഹാംലിനിൽ നിന്ന് ഇവർ കാണാതെ പോയി. പിന്നീട് 40 വർഷം കഴിഞ്ഞപ്പോൾ, 1284 പോയിട്ട് 1324 ആയപ്പം, 40 വർഷത്തിന് ശേഷം ട്രാൻസിൽവാനിയ താഴ്വരയിൽ വനപ്രദേശമാണ്, ആ താഴ്വരയിൽ വിചിത്രമായ ഭാഷ സംസാരിക്കുന്ന കുറെ ആളുകളെ കാട്ടിൽ കൂടെ പോയവർ കണ്ടെത്തി. പക്ഷേ അവർക്ക് തങ്ങളുടെ സ്വത്വം നഷ്ടപ്പെട്ടിരുന്നു. തങ്ങൾ എവിടെ നിന്ന് വരുന്നുവെന്നോ, തങ്ങൾ ആരാണെന്നോ, ഏത് നാട്ടുകാരാണെന്നോ, ഐഡന്റിറ്റി ക്രൈസിസ്, സ്വത്വ പ്രതിസന്ധി, അത് ഐഡന്റിറ്റി ലോസ്, അവരുടെ ഐഡന്റിറ്റി നഷ്ടപ്പെട്ടു. തങ്ങൾ ആരാണെന്ന് തിരിച്ചറിയാൻ കഴിയാതെ മാസ്മരിക വലയത്തിൽ അകപ്പെട്ട്. അപ്പം ഈ ഹാംലിനിൽ നിന്ന് പോയ കുഞ്ഞുങ്ങളാണ് ഈ ട്രാൻസിൽവാനിയ താഴ്വരയിൽ കാണപ്പെട്ട ആ മനുഷ്യക്കൂട്ടം എന്ന് ഒരു കഥയുണ്ട്. ഇപ്പൊ ഇതൊക്കെയാണ് അതിന്റെ ചരിത്രം. നമ്മൾ ഇന്ന് ഇത് പറയുന്നത്, ഇതിനോട് സമാനമായ ഒരനുഭവം കഴിഞ്ഞ 100 വർഷമായി നമ്മുടെ കേരളത്തിൽ ഹാംലിൻ പട്ടണത്തിൽ മാതാപിതാക്കളോടൊപ്പം, കുടുംബത്തോടൊപ്പം, കുടുംബമായി, സ്നേഹമായി, സന്തോഷമായി, ബന്ധങ്ങളുള്ളവരായി, വ്യക്തിത്വമുള്ളവരായി, സ്വത്വമുള്ളവരായി, ഐഡന്റിറ്റി ഉള്ളവരായി, പേഴ്സണാലിറ്റി ഉള്ളവരായി, റിലേഷൻഷിപ്സ് ഉള്ളവരായി കഴിഞ്ഞിരുന്ന ആ കുഞ്ഞുങ്ങളെ ഒരു ദിവസം ഒരു കുഴലൂത്തുകാരൻ വന്ന് കുഴലൂതി അവരുടെ വ്യക്തിത്വം നഷ്ടപ്പെടുത്തി, അവരുടെ സ്വത്വം നഷ്ടപ്പെടുത്തി, അവരെ സ്വന്തം ഭൂമികയിൽ അന്യരാക്കി മാറ്റി, അവരെ അപരിചിതരാക്കി മാറ്റി, അവരെ അവസാനം തങ്ങൾ ആരാണെന്ന് തങ്ങൾക്ക് തന്നെ അറിയാൻ പാടില്ലാത്ത, സ്വത്വം നഷ്ടപ്പെട്ട, ഐഡന്റിറ്റി നഷ്ടപ്പെട്ട, സകലത് നഷ്ടപ്പെട്ട, ഒരു വിഭ്രമത്തിൽ അകപ്പെട്ട, ഒറ്റപ്പെട്ട ഒരു ഗ്രൂപ്പായി ട്രാൻസിൽവാനിയ വനാന്തരത്തിന്റെ അകത്ത് അവർ ended up there. അതുപോലെ നമ്മുടെ നാട്ടിൽ സംഭവിച്ചു. 100 വർഷം മുമ്പ് സ്നേഹമായി, സന്തോഷമായി, കുടുംബമായി, ബന്ധങ്ങളായി കഴിഞ്ഞിരുന്ന ക്രൈസ്തവ മേഖലയിലേക്ക് വ്യാജ സുവിശേഷത്തിന്റെ കുഴലൂത്തുകാർ കടന്നു വന്നു. ആ കുഴലൂത്തിന്റെ പിന്നാലെ ഏതോ മാസ്മരിക വലയത്തിൽ അകപ്പെട്ടതുപോലെ ഹാംലിനിലെ കുഞ്ഞുങ്ങൾ പോയതുപോലെ അവർ അനുഗമിച്ചത് തങ്ങളുടെ സ്വത്വം നഷ്ടപ്പെടുത്തുന്ന, തങ്ങളെ തന്നെ നഷ്ടപ്പെടുത്തുന്ന ഒരു ഭാവിയിലേക്കാണെന്ന് അവരറിഞ്ഞില്ല. അവരുടെ മാതാപിതാക്കളും ഗ്രാമവാസികളും തടയാൻ ശ്രമിച്ചിട്ടും അവർ നിന്നില്ല. പിന്നോട്ട് വിളിച്ചിട്ട് അവർ കേട്ടില്ല. അവർക്ക് കൈക്കൊള്ളാൻ കഴിയുകയില്ലായിരുന്നു. പാട്ടും നൃത്തവും ക്ലാപ്പിംഗ് ആൻഡ് ഡാൻസിങ് ആൻഡ് സിംഗിങ്, they followed the piper. അപ്പൊ ആ കുഴലൂത്തുകാരനെ അവർ ഫോളോ ചെയ്ത പോലെ കേരളത്തിൽ നിന്ന് ധാരാളം ആളുകൾ ഈ അന്യമായ ഉപദേശത്തെ ഫോളോ ചെയ്തു സ്വന്തം ഭൂമികയിൽ അന്യരായി മാറി.
ഫോളോ ചെയ്ത കൂട്ടത്തിലാണ് ഞാനും. ഇപ്പൊ ട്രാൻസിൽവാനിയ താഴ്വരയിലെ വനത്തിന്റെ നടുവിലെ ഭീകരതയിൽ അന്യപ്പെട്ട് സ്വത്തം നഷ്ടപ്പെട്ട് തിരിച്ചറിവില്ലാതെ എവിടേക്കാണ് വന്നത് എന്നറിയാതെ നിൽക്കുമ്പോൾ ഒരു വെളിപ്പാട്. എവിടെ എങ്ങനെ പോന്നു ഇവിടെ? ഈ കുഴലൂത്തിന്റെ മാസ്മരിക ശബ്ദത്തിന്റെ സ്വാധീനത്തിൽപ്പെട്ട് സ്വയം മറന്നുവരും, സ്വത്തം നഷ്ടപ്പെട്ടവരും. താങ്ക് യു. വെൽക്കം ടു ദ ഗ്ലോറിയസ് ഗോസ്പൽ സെഷൻ. നമ്മൾ ഗ്ലോറിയസ് ഗോസ്പലിലേക്ക് വീണ്ടും പോവുകയാണ്. നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ മറ്റൊരു സ്റ്റോറി. ഇന്നൊരു സ്റ്റോറിയുടെ ദിവസമാണെന്ന് തോന്നുന്നു. മറ്റൊരു സ്റ്റോറി നമ്മൾ വായിക്കുകയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 17 നമുക്ക് ആവേശം തരുന്ന ഒരു സ്റ്റോറിയാണ്. കാരണം നമ്മുടെ കർത്താവിന്റെ സ്റ്റോറിയാണ്. കർത്താവിനോട് ചേർന്ന് സംഭവിച്ച ഒരു സംഭവം. കർത്താവ് കുഷ്ഠരോഗികളെ സുഖപ്പെടുത്തുകയാണ്. അവൻ അതിന്റെ 11-ാമത്തെ വാക്യമാണ് ലൂക്കോസ് സുവിശേഷം 17:11. അവൻ യെരുശലേമിലേക്ക് യാത്ര ചെയ്യുകയിൽ ശമര്യക്കും ഗലീലയ്ക്കും നടുവിൽ കൂടെ കടക്കുമ്പോൾ ഒരു ഗ്രാമത്തിൽ ചെല്ലുന്നേരം കുഷ്ഠരോഗികളായ 10 പുരുഷന്മാർ അവന് എതിരെ വന്നു. അകലിൽ നിന്നുകൊണ്ട്, യേശുവേ നായക, ഞങ്ങളുടെ കരുണയുണ്ടാകണമേ എന്ന് ഉറക്കെ പറഞ്ഞു. അവൻ അവരെ കണ്ടിട്ട്, നിങ്ങൾ പോയി പുരോഹിതന്മാർക്ക് നിങ്ങളെ തന്നെ കാണിപ്പീൻ എന്ന് പറഞ്ഞു. പോകയിൽ തന്നെ അവർ ശുദ്ധരായി തീർന്നു. അവരിലൊരുത്തൻ തനിക്ക് സൗഖ്യം എന്ന് കണ്ടിട്ട് ഉച്ചത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് മടങ്ങി വന്ന് അവന്റെ കാൽക്ക കവണ്ണു വീണ് അവൻ നന്ദി പറഞ്ഞു. അവനോ ശമര്യക്കാരനായിരുന്നു. 10 പേർ ശുദ്ധരായി തീർന്നില്ലയോ? 9 പേർ എവിടെ? ഈ അന്യജാതിക്കാരനല്ല ദൈവത്തിന് മഹത്വം കൊടുപ്പാൻ ആരും മടങ്ങി വന്നതായി കാണുന്നില്ല എന്ന് യേശു പറഞ്ഞിട്ട് അവനോട്, എഴുന്നേറ്റ് പോയിക്കൊള്ളുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോ യേശു കർത്താവ് ഈ ലൂക്കോസിന്റെ സുവിശേഷം 17:11 10 കുഷ്ഠരോഗികൾ യേശുവിനെ കാണുകയാണ്. ഇന്ന് കൂടുതൽ ആളുകളും ഹീലിംഗിന്റെ പിന്നാലെ, ഹീലിംഗിന് വേണ്ടിയാണ് പോകുന്നത്. പലപ്പോഴും പറയാറുണ്ട്, അവർ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, അവർ സൗഖ്യം കൊടുക്കും. അപ്പൊ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ച് സൗഖ്യം കൊടുത്താൽ യേശുവിന്റെ സ്വഭാവം കാണിക്കണം. ദ പാറ്റേൺ. യേശു എങ്ങനെയാണ് പ്രവർത്തിച്ചത്? യേശു സൗഖ്യം കൊടുത്തിട്ട് ഒരാളെയും യേശുവിന്റെ പിന്നാലെ കൊണ്ടുപോയി. യേശു സൗഖ്യമാക്കിയിട്ട് യേശുവിന്റെ പിന്നാലെ ആരെയും കൊണ്ടു. ഗദരദേശത്തെ ഭൂതഗ്രസ്തൻ, കല്ലറകളിൽ പാർത്തിരുന്ന, ചങ്ങല വലിച്ചു പൊട്ടിച്ചിരുന്ന, കൊടും ഭീകരനായിരിക്കുന്ന ആ ഭൂതഗ്രസ്തൻ യേശുവിനെ കണ്ടപ്പോൾ ഓടി വന്ന് അവന്റെ കാൽക്കൽ ഇരുന്നു. അവനെ സൗഖ്യമുള്ളവനായി, സുബോധമുള്ളവനായി വസ്ത്രം ധരിച്ചു. യേശുവിനോട് ആ ഗ്രാമവാസികൾ ഗദരദേശം വിട്ടുപോകാൻ ആവശ്യപ്പെട്ടപ്പോൾ യേശു പടകിൽ കയറി തിരിച്ചു പോരാൻ സമയത്ത് അവൻ തന്റെ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചു. അവൻ പറഞ്ഞു, കർത്താവേ, ഞാനും നിന്റെ കൂടെ പോരട്ടെ. അപ്പോൾ യേശു പറഞ്ഞു, നോ, നീ നിന്റെ ദേശത്ത് പോയി ദൈവത്തിന്റെ നന്മകളെ ഘോഷിക്കുക. അപ്പൊ ഒരാളെ കൂടെ കിട്ടുകയല്ലേ, കൂടെ കൂട്ടിയേക്കാന്ന് വെച്ചില്ല. അവന്റെ ദേശത്തേക്ക് അവനെ അയച്ചു. ദൈവത്തിന്റെ നന്മ അവിടെ ഘോഷിക്കുക. ഇവിടെ യേശു കാണുന്ന ഈ കുഷ്ഠരോഗികളെ യേശു കർത്താവ് ദൈവാലയത്തിലേക്ക് വിടുകയാണ്. പുരോഹിതന്മാരുടെ അടുക്കലേക്ക് അവരെ കൊണ്ട് കാണിക്കുക. അവിടെ മോശ കൽപ്പിച്ചിരിക്കുന്ന വഴിപാടുകളെ അർപ്പിക്കുക. അപ്പം ശരിക്കും ദൈവത്തിന്റെ ആത്മപ്രേരിതരായിട്ട് നമ്മുടെ കർത്താവിന്റെ പാറ്റേണിലാണ് ഈ ഡെലിവറൻസ് മിനിസ്ട്രി അല്ലെ ഹീലിംഗ് മിനിസ്ട്രി നടക്കുന്നെങ്കിൽ, ഹീലിംഗ് മിനിസ്ട്രി നടത്തുമ്പോൾ അവരെ എന്ത് ചെയ്യാണ്? അവരെ അവരുടെ സ്വന്തത്തിലേക്ക് അയക്കുകയാണ്. ഒരിക്കലും അവരെ അവിടെ നിന്ന് വേരുകൾ പറിച്ചെടുക്കുന്ന, അവർ ആവശ്യപ്പെട്ടിട്ട് പോലും, അതായത് ഈ ദക്കപ്പൊലി നാട്ടിലെ ഈ ഭൂതഗ്രസ്തനായ മനുഷ്യൻ ആവശ്യപ്പെടുകയാണ്, കർത്താവെ ഞാൻ നിന്നെ അനുഗമിക്കാം എന്ന് ആവശ്യപ്പെട്ടിട്ട് പോലും അവനെ എന്ത് ചെയ്തില്ല? കർത്താവ് കൂടെ കൊണ്ടുപോയില്ല. കാരണം പിൽക്കാലത്ത് കർത്താവും ആ ഒരു പൈപ്പറിന്റെ അല്ലെങ്കിൽ ആ കുഴലൂത്തുകാരന്റെ കാറ്റഗറിയിൽ പെടാതിരിക്കുവാൻ, കുഴലൂത്തുകാരൻ അവിടെ വന്നു കുഞ്ഞുങ്ങളെല്ലാം ഊതിക്കൊണ്ട് പോയി എന്ന് പറഞ്ഞ പോലെ കർത്താവ് ദക്കപ്പൊലി ദേശത്ത് വന്നു. കാര്യം ഭൂതഗ്രസ്തനാണേലും അവനെ കൊണ്ട് ആ നാട്ടുകാർക്ക് വലിയ ഉപദ്രവമൊന്നുമില്ല. എന്നാലും സൈറം കൂകുന്ന ഇടയ്ക്കിടയ്ക്ക് ശവക്കോട്ടയിൽ നിന്ന് കാറിക്കൊണ്ടിരുന്ന. പിന്നെ ഈ പോയി കഴിയുമ്പോൾ ആളുകൾ പറയാം, അത് ഉപകാരമുള്ളവനായിരുന്നു. ഒരു ഉപകാരം ഇല്ലാത്തവനാണെങ്കിലും വിളിച്ചോണ്ട് പോയി കഴിയുമ്പോൾ പറയാം, കണ്ടോ നമുക്ക് ഉപകാരമുള്ളവനായിരുന്നു, ഒന്നുമല്ല ഇടയ്ക്കിടയ്ക്ക് അവന്റെ കാർച്ച കേൾക്കാമായിരുന്നു, പക്ഷെ
യേശു അവനെ കൊണ്ടുപോയി. അപ്പൊ യേശു കർത്താവ് ഒരിക്കലും അങ്ങനെ ആളുകളെ വലിച്ച് അവരുടെ ബന്ധങ്ങളെ മുറിച്ച് അവിടെ നിന്ന് മാറ്റി നൽകും. ഇപ്പൊ നിങ്ങൾക്ക് ചിലപ്പോൾ സംശയം വരും, കർത്താവ് കലപ്പയ്ക്ക് കൈവച്ചിട്ട് തിരിഞ്ഞു നോക്കുന്നത് ശരിയല്ലെന്ന് പറഞ്ഞു. അത് ഓരോന്നും ആ സന്ദർഭത്തിൽ പറഞ്ഞിരിക്കുന്നത്. അത് നമ്മൾ ആ ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ വ്യക്തമായി അതെന്തുകൊണ്ടാണ് പറഞ്ഞതെന്ന് പറയും. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ദൈവ രാജ്യം എന്ന് പറയുമ്പോൾ അത് കാണത്തക്കവണ്ണം അല്ല വരുന്നെന്നും എഴുതിയിട്ടുണ്ട്. ഇപ്പൊ സമാധാനപരമായി ഇരിക്കുന്ന ഒരു സ്ഥലത്ത് അസമാധാനത്തിന്റെ വിത്തുകൾ വിതയ്ക്കുകയാണ്. സുവിശേഷം ദൈവത്താൽ സംഭവിക്കുന്നതാണ്, ദൈവത്താൽ സംഭവിച്ചതാണ്, അതിനെ അറിയിക്കുകയാണ്. ഇറ്റ് ഈസ് എ ന്യൂസ്, ഇറ്റ്സ് ഓൾറെഡി ടേക്കൻ പ്ലേസ്, ഇറ്റ്സ് ഹാപ്പൻഡ്, ഇറ്റ്സ് എ ഡൺ ഡീൽ. അത് സംഭവിച്ചതാണ്, അത് അറിയിക്കുക. അതാണ് തേജസ്സുള്ള സുവിശേഷം. തേജസ്സുള്ള സുവിശേഷം ക്രിസ്തു നിന്നിൽ വസിക്കുന്നു, ക്രിസ്തു നിന്നെ സ്വീകരിച്ചിരിക്കുന്നു. പക്ഷേ ഇത് മതപ്രചരണമാണ് പലപ്പോഴും നമ്മൾ നടത്തുന്നത്. അപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ ഈ ലൈവ് വീഡിയോകളിലൂടെ തുടർച്ചയായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്റെ കൺഫെഷൻസ് ആണ്. കൺഫെഷൻ എന്ന് പറഞ്ഞാൽ കുംഭസാരം എന്ന് വേണമെങ്കിൽ മലയാളത്തിൽ തർജ്ജിമ ചെയ്യാം. അതിനെ പ്രൊട്ടസ്റ്റന്റ് ഭാഷാന്തരത്തിൽ ഏറ്റുപറച്ചിൽ എന്നാണ് സാധാരണ തർജ്ജിമ ചെയ്യുന്നത്. അപ്പൊ ഇന്നലെ സംസാരിച്ചുകൊണ്ടെന്ന് വെച്ചാൽ പല കാര്യങ്ങളും കുറെ കൂടെ ക്ലാരിറ്റി വേണമെന്ന് പറഞ്ഞ് മെസ്സേജുകൾ അയക്കുന്നുണ്ട്. സുപ്രഭാതം, താങ്ക് യു. കുറെ ആളുകൾ ഗുഡ് മോർണിംഗ് ഒക്കെ അയക്കുന്നുണ്ട്. താങ്ക് യു എവരി വൺ, വെരി ഗുഡ് മോർണിംഗ് ടു യു. നമ്മൾ ഇന്നലെ പറഞ്ഞ ആ കാര്യം ഒന്നുകൂടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. പല ആളുകൾക്കും വ്യക്തമായി മനസ്സിലായില്ല എന്ന് പറഞ്ഞു. അതായത് ദൈവത്തിന്റെ സഭ അഥവാ പുതിയ നിയമസഭ, നമ്മൾ പഴയ നിയമത്തിൽ നിന്ന് തികച്ചും വ്യത്യസ്തരായവരോ എൻറ്റയർലി ഡിഫറന്റോ അല്ല. മറിച്ച് ദൈവത്തിന്റെ സഭ ഒന്ന് മാത്രമേ ഉള്ളൂ. പഴയ നിയമസഭയുടെ തുടർച്ച തന്നെയാണ് പുതിയ നിയമസഭ. ഇത് നമുക്ക് മനസ്സിലാകാത്തിടത്തോളം കാലം പല കാര്യങ്ങളും ഗ്രഹിക്കുവാൻ കഴിയുകയില്ല. അപ്പൊ അതിന് ഉപോത്ബലകമായി ഞാൻ വായിച്ചത് റോമാലേഖനത്തിൽ നിന്നായി. അതുകൊണ്ട് നിങ്ങൾ എന്നോടുകൂടെ ബൈബിൾ ഭാഗങ്ങളിലേക്ക് പോവുക. റോമാലേഖനം 11-ാം അധ്യായമാണ്. റോമാലേഖനം 11-ാം അധ്യായത്തിൽ അവിടെ പറയുന്നു, കാട്ടൊലിവായിരുന്ന നിന്നെ നാട്ടൊലിവോട് ഒട്ടിച്ചു ചേർത്തു. റോമാലേഖനം 11-16 മുതലാണ്. അപ്പൊ കാട്ടൊലിവായിരുന്ന നിന്നെ നാട്ടൊലിവിന്റെ ഫലപ്രദമായ വേരിന് പങ്കാളിത്തം ലഭിക്കേണ്ടതിന് നാട്ടൊലിവോട് ഒട്ടിച്ചേർത്തു, ഗ്രാഫ്റ്റ് ചെയ്തു. ഇസ്രായേലാണ് ഈ നാട്ടൊലിവ്. ഇസ്രായേൽ എന്ന നാട്ടൊലിവിലേക്ക് ജാതികളായ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യപ്പെട്ടു, അല്ലെങ്കിൽ നോൺ ഇസ്രായേലിറ്റ്സ് ഗ്രാഫ്റ്റ് ചെയ്യപ്പെട്ടു. എന്തിനാണ്? വേര് സെയിം ആണ്. നിങ്ങളത് ശരിക്കും മനസ്സിലാക്കണം. വേര് സെയിം ആണ്. ആ വേരിൽ നിന്നാണ് നമുക്ക് ഫലം കായ്ക്കാൻ വേണ്ട ഊർജം ലഭിക്കുന്നത്. വളവും വെള്ളവും പോഷകങ്ങളും ലവണങ്ങളും ധാതുക്കളും എല്ലാം ഈ മണ്ണിൽ നിന്ന് വലിച്ചെടുക്കുന്ന വേരാണ്. അപ്പൊ ആ വേരിൽ നിന്ന് വന്നിട്ടാണ് ഈ കൊമ്പുകൾ ഫലം കായ്ക്കുന്നത്. റൂട്ട്സ് ഉണ്ട്. ആ റൂട്ട്സിൽ നിന്നാണ് ഈ ബ്രാഞ്ചസ് ഫ്രൂട്ട്സിനെ ബെയർ ചെയ്യുന്നത്. അപ്പൊ ഈ റൂട്ട്സും ഫ്രൂട്ട്സുമായിട്ട് കണക്റ്റഡ് ആണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ വേണം നമ്മൾ ചർച്ചിനെ കുറിച്ച് മനസ്സിലാക്കാൻ. സഭയെക്കുറിച്ച് ഈ രീതി മനസ്സിലാക്കുമ്പോൾ നമ്മുടെ പുതിയ നിയമസഭ പഴയ നിയമസഭയാകുന്ന ഇസ്രായേലിൽ ഒട്ടിച്ച് ചേർക്കപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ പഴയ നിയമം വായിക്കുന്നത്. നമ്മൾ സുറിയാനി സഭയുടെ പള്ളികളിൽ ഞങ്ങൾ ശ്രദ്ധിക്കും അറിയാം, രാവിലെ ആദ്യം പഴമ വായിക്കും. അതായത് ഓറയിത്തായുടെ പുസ്തകത്തിൽ നിന്ന് എന്ന് പറഞ്ഞ് വായിക്കുന്നത്, പഴമ വായിക്കുന്നു. എന്തിനാണ് ഈ പഴയ നിയമം വലിച്ചു കീർക്കണം, ഇങ്ങനെയൊക്കെ പല ആളുകളും പറയാറുണ്ട്. പഴയ നിയമം എന്തിനാ വായിക്കുന്നു ചോദിച്ചാൽ ദാറ്റ് ഈസ് അവർ റൂട്ട്. അപ്പൊ പഴയ നിയമത്തിൽ ആ കാട്ടൊലിവായിരിക്കുന്ന നമ്മളെ ആ നാട്ടൊലിവോട് ഒട്ടിച്ചു ചേർത്തു. അപ്പൊ ആ രീതിയിൽ മനസ്സിലാക്കുമ്പോൾ ഇതിനു മുമ്പ് ബൈബിളിലുള്ള കവനന്റുകൾ, ഉടമ്പടികൾ, ആ ഉടമ്പടികളെല്ലാം തന്നെ നമ്മൾ ശ്രദ്ധിച്ച് ഗ്രഹിക്കണം. ആ ഉടമ്പടികളിലെ പ്രധാനപ്പെട്ട ഉടമ്പടിയാണ് എബ്രഹാമിക് കവനന്റ്, അബ്രഹാമിനോടുള്ള ദൈവത്തിന്റെ ഉടമ്പടി. അബ്രഹാമിനോടുള്ള ഉടമ്പടിക്കുള്ള പ്രാധാന്യം
അബ്രഹാമിനെയാണ് വിശ്വാസികളുടെ പിതാവ് എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത്. അബ്രഹാമാണ് വിശ്വാസികളുടെ പിതാവ്. അപ്പൊ അബ്രഹാമിനോട് ഉടമ്പടി ചെയ്യുമ്പം റോമാലേഖനം 3-ാം അധ്യായത്തിൽ പറയാണ്, അബ്രഹാം വിശ്വാസം മൂലം നീതീകരിക്കപ്പെട്ടു. വിശ്വാസത്താലാണ് അബ്രഹാം നീതീകരിക്കപ്പെട്ടത്, പ്രവൃത്തിയാലല്ല. അപ്പൊ വിശ്വാസത്താൽ അബ്രഹാം നീതീകരിക്കപ്പെട്ടു. അബ്രഹാം വിശ്വസിച്ചു, അബ്രഹാമിനത് നീതിയായി കണക്കിട്ടു. അപ്പോൾ ദൈവം കൽപ്പന കൊടുക്കുകയാണ്, എന്നോടുള്ള ഉടമ്പടിയുടെ അടയാളമായിട്ട് നീ പരിച്ഛേദന സ്വീകരിക്കണം, അഗ്രചർമ്മം ഛേദിക്കണം. അബ്രഹാം പരിച്ഛേദന സ്വീകരിക്കുമ്പോൾ അബ്രഹാം മാത്രമല്ല, ദൈവം പറയാണ്, നിന്റെ മക്കളും നിന്റെ ദാസീദാസന്മാരും സകലർക്കും ഈ പരിച്ഛേദന ബാധകമാണ്. അപ്പം നിന്റെ മക്കൾക്ക്, നിന്റെ ദാസന്മാർക്ക് ഈ പരിച്ഛേദന ബാധകമാണ്. അപ്പൊ എല്ലാ പുരുഷപ്രതിയും, വെദർ ഇറ്റ് ഈസ് സെർവൻസ് ആണെങ്കിലും മക്കളാണെങ്കിലും അതിലുള്ള എല്ലാ പുരുഷപ്രതിയും ഈ അടയാളം സ്വീകരിക്കണം. അപ്പൊ അവരൊന്നും വ്യക്തിപരമായി ഇത് വിശ്വസിച്ചിട്ടോ ഇത് അറിഞ്ഞിട്ടോ അല്ല അവർക്ക് അടയാളം കൊടുക്കുന്നത്. അതാണ് ദൈവത്തിന്റെ ഉടമ്പടിയുടെ പ്രത്യേകത. ദൈവത്തിന്റെ ഉടമ്പടിയുടെ പ്രത്യേകത കുടുംബത്തിന് മുഴുവൻ, ഗോത്രത്തിന് മുഴുവൻ ആ ഉടമ്പടി കൊണ്ടുള്ള അനുഗ്രഹം, ആ ഉടമ്പടി കൊണ്ടുള്ള സംരക്ഷണം ഉണ്ടാകും എന്നുള്ളതാണ്. പഴയ നിയമത്തിലെ മറ്റൊരു ഉടമ്പടിയാണ് മൊസൈക് ഉടമ്പടി. മൊസൈക് ഉടമ്പടി. ഹായ് അന്യു സണ്ണി, താങ്ക് യു ഫോർ ജോയിനിങ്. അപ്പോ മോശൈക ഉടമ്പടി, മോശൈക ഉടമ്പടിയിൽ എന്താണ് സംഭവിക്കുന്നത്? പെസഹ, പാസ് ഓവർ. ആ പെസഹയിൽ കുഞ്ഞാടിനെ അറുത്ത് കഴിയുമ്പോൾ ആ കുടുംബം മുഴുവൻ രക്ഷിക്കപ്പെടുകയാണ്. കുടുംബം മുഴുവൻ അല്ല, അതിനകത്ത് ഒരാളല്ല, ഓരോ കുടുംബത്തിനും ഒരാടിനെ വീതം എടുക്കണം. അപ്പൊ ആ കുടുംബത്തിന്റെ സംരക്ഷണമാണ്. ഈ പശ്ചാത്തലം നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ വെച്ചിട്ട് വേണം നമ്മൾ പുതിയ നിയമം വായിക്കാൻ. ആ പുതിയ നിയമം വായിക്കുമ്പോൾ 2 അപ്പോസ്തലന്മാരുടെ സാക്ഷ്യം നമ്മൾ വായിക്കും, പത്രോസ് അപ്പോസ്തലന്റെയും പൗലൂസ് അപ്പോസ്തലന്റെയും. ഈ ആഴ്ച പൗലൂസ് പത്രോസ് സ്ലീഹന്മാരുടെ ഓർമ്മയാണ്. സഭ അവരുടെ പെരുന്നാളൊക്കെ കൊണ്ടാടുകയാണ്. പൗലൂസ് പത്രോസ് സ്ലീഹന്മാരുടെ സ്ലീഹ നോയിമ്പാണ്. അതുപോലെ പൗലൂസ് പത്രോസ് സ്ലീഹന്മാരുടെ ഓർമ്മ നമ്മൾ ആഘോഷിക്കുന്നുണ്ട്. അപ്പൊ ഈ വിഷയത്തോട് ചേർത്ത് നമ്മൾ പത്രോസിന്റെ ഒരു സാക്ഷ്യം, പൗലൂസിന്റെ ഒരു സാക്ഷ്യം നമ്മൾ വായിക്കും. അപ്പൊ പത്രോസിന്റെ സാക്ഷ്യം നമ്മൾ വായിക്കുന്നത് അപ്പോസ്തല പ്രവൃത്തി 2-ാമത്തെ അധ്യായത്തിലാണ്. അപ്പോസ്തല പ്രവൃത്തി 2-ാമത്തെ അധ്യായത്തിൽ 38-ാം ഭാഗം. പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ കർത്താവായ, നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥന്മാരായ ഏവർക്കും ഉള്ളതല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ പത്രോസ് അപ്പോസ്തലൻ പറയുകയാണ്, നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ, എന്നാൽ വാഗ്ദത്തം നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടെ മക്കൾക്കുണ്ട്. പിന്നെ നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥന്മാരായ എല്ലാവർക്കുമുണ്ട്. ഓൾ ഇൻക്ലൂസീവ്, എല്ലാവരും ഉൾപ്പെട്ടിരിക്കുന്നു. നിങ്ങളുടെ മക്കൾക്ക് ഇതുണ്ട്. യഹൂദന്മാർക്ക് സംശയം തോന്നിയില്ല. കാരണം അവരെ സംബന്ധിച്ച് അവരുടെ യഹൂദ പാരമ്പര്യത്തിൽ ദൈവം ഏതെല്ലാം കവനന്റ് വെച്ചിട്ടുണ്ടോ ആ കവനന്റ് എല്ലാം മക്കളെ കൂടെ ഉൾപ്പെടുത്തിയുള്ള കവനന്റാണ്. അബ്രഹാമിക് കവനന്റ് ആയാലും മോശയ്ക്ക് കവനന്റ് ആയാലും ആ കവനന്റ് മക്കൾക്കും കൂടിയാണ്. നോഹയുമായിട്ട് ദൈവം ഉടമ്പടി വെച്ചു, നോഹൈക ഉടമ്പടി, നോഹൈക്ക് കവനന്റ്. ആ കവനന്റിന് ദൈവം വെച്ച കവനന്റ് സൈൻ മനുഷ്യന്റെ ശരീരത്തിൽ ഏൽക്കുന്നതോ മനുഷ്യൻ കഴിക്കുന്നതോ ആയ ഒരു കവനന്റ് അല്ല, മറിച്ച് ആകാശത്ത് വിളങ്ങി നിൽക്കുന്ന ഒരു മഴവില്ലാണ്. ആ മഴവില്ല് ദൈവത്തിന്റെ ഉടമ്പടിയാണ്, ഉടമ്പടിയുടെ അടയാളമാണ്. അപ്പൊ ദൈവം ഉടമ്പടി വെക്കുന്നുണ്ടെങ്കിൽ ആ ഉടമ്പടിക്ക് ഒരു അടയാളമുണ്ട്. അപ്പൊ ദൈവം നോഹയോട് ഉടമ്പടി വെച്ചപ്പോ ആ ഉടമ്പടിയുടെ അടയാളമാണ് മഴവില്ല്. ദൈവം അബ്രഹാമിനോട് ഉടമ്പടി വെച്ചപ്പോ ആ ഉടമ്പടിയുടെ അടയാളമാണ് പരിച്ഛേദന. ദൈവം മോശയോട് ഉടമ്പടി വെച്ചപ്പോൾ ആ ഉടമ്പടിയുടെ അടയാളമാണ് പെസഹ. ഇനി യേശു കർത്താവ് വന്നിട്ട് പറയാണ്, ഇത് അവസാനത്തെ ഉടമ്പടിയാണ്, ലാസ്റ്റ് കവനന്റ് ആണ്. അപ്പൊ അവസാനത്തെ ഉടമ്പടിയാണ്. അപ്പൊ ഇതുവരെയുള്ള ഉടമ്പടികൾക്കെല്ലാം അടയാളമുണ്ട്, ഈ ഉടമ്പടിക്കും അടയാളമുണ്ട്. ആ ഉടമ്പടിയുടെ അടയാളമായിട്ടാണ് യേശു കർത്താവ് പറഞ്ഞത്, ഇത് എന്റെ ഉടമ്പടിയിൽ, പുതിയ ഉടമ്പടിയിൽ എന്റെ രക്തം വാങ്ങി പാനം ചെയ്തുകൊള്ളു. അപ്പൊ ദിസ് ഈസ് കവനന്റ് മീൽ.
ഉടമ്പടി സദ്യ, അതാണ് സ്വർഗീയ വിരുന്ന്. പരിശുദ്ധ കുർബാന, പരിശുദ്ധ കുർബാനയെ സുറിയാനി സഭ വിശേഷിപ്പിക്കുന്ന ഒരു വാക്കാണ് ഈ സ്വർഗീയ വിരുന്നെന്നുള്ളത്. മലയാളം സുറിയാനി സഭയുടെ പുസ്തകങ്ങളെല്ലാം കാണാൻ പ്രയോഗം. അപ്പൊ ഈ സ്വർഗീയ വിരുന്നിലേക്ക് കർത്താവ് ഇൻവൈറ്റ് ചെയ്യുകയാണ്. അത് ഉടമ്പടി സദ്യയാണ്. അപ്പൊ ആ ഉടമ്പടിയുടെ അടയാളമാണ് പരിച്ഛേദന. ഇനി നിങ്ങൾ ചിന്തിക്കുക, അതിനകത്ത് നിന്ന് കുഞ്ഞുങ്ങളെ എക്സ്ക്ലൂഡ് ചെയ്തത് ആരുടെ അജണ്ടയാണ്? അതെങ്ങനെയാണ് എക്സ്ക്ലൂഡഡ് ആകുന്നത്? അപ്പൊ ഒരു ഹോളിസ്റ്റിക് അപ്രോച്ചിൽ ബൈബിൾ പഠിച്ചാൽ നമ്മൾ ബൈബിളിനെ പൂർണ്ണമായിട്ട് നോക്കിയിട്ട് ഒരു മൊത്തത്തിൽ നോക്കി നിങ്ങൾ ഇത് പഠിക്കുക. ഞാൻ പറയുന്ന ഒരിക്കലും നിങ്ങൾ സ്വീകരിക്കേണ്ട. പല ആളുകൾ എനിക്കെതിരായിട്ട് കമന്റുകൾ എഴുതുന്നുണ്ട്. നിങ്ങൾ നിഷ്പക്ഷമായിട്ട് ബൈബിൾ പഠിക്കാനാണ് ഞാൻ ആവശ്യപ്പെടുന്നത്, ക്ഷണിക്കുന്നത്. അല്ല, ഒരിക്കലും ഒന്നും അടിച്ചേൽപ്പിക്കുന്നില്ല. എല്ലാ കാര്യങ്ങളും വളരെ നിഷ്പക്ഷമായി പരിശോധിച്ചിട്ട്, എന്നെ പരിചയമില്ലാത്തവർ കാണും. കഴിഞ്ഞ 26 വർഷമായി ഞാൻ പെന്റക്കോസ്റ്റ് വിശ്വാസത്തിലായിരുന്നു. എന്നാൽ ഒരു 13 വർഷമായിട്ട് വളരെ ഗൗരവമായിട്ട് ഞാൻ പോകുന്നത് ശരി തന്നെയാണോ, ഇത് തന്നെയാണോ ശരിയെന്ന് കൂലങ്കൂഷമായിട്ട് പഠിക്കുകയും ചിന്തിക്കുകയും വിലയിരുത്തുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നു. ഷുവറായിട്ടും നിങ്ങൾ പലരും വിചാരിക്കുന്ന പോലെ ഇത് പരസ്യമായിട്ട് അഡ്മിറ്റ് ചെയ്യുവാൻ ഇന്ന് മലയാളത്തിൽ ഒരാൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള വിമുഖത ഉണ്ടാകണമെങ്കിൽ ആ വിമുഖത ഉണ്ടാകേണ്ട, ഏറ്റവും കൂടുതൽ ഉണ്ടാകേണ്ട വ്യക്തി ഞാനാണ്. ഏറ്റവും അൺവില്ലിങ് ആകേണ്ട ആള്. കാരണം നിങ്ങളിൽ ചില ആളുകൾക്ക് അറിയത്തില്ലായിരിക്കും. കാരണം ഓർത്തഡോക്സ് വിശ്വാസത്തിനെതിരായിട്ട് ഞാൻ 5 ടേപ്പുകൾ ഇറക്കി. ആ ടേപ്പുകൾ ഇന്നത്തെ പോലെ ഓൺലൈൻ ഇതൊക്കെ വരുന്നതിന് മുമ്പാണ് 10,000 കോപ്പികൾ സർക്കുലേറ്റ് ചെയ്തതാണ്. അതിലേറ്റവും പോപ്പുലർ ആയിട്ട് ഓടിയതാണ് 7 ചതിക്കുഴികൾ. സ്റ്റിൽ അത് ഞാൻ വിചാരിക്കുന്നു അത് അവൈലബിൾ ആണെന്ന് തോന്നുന്നു ഓൺലൈനിൽ പല സൈറ്റുകളിൽ. 7 ഓർത്തഡോക്സ് സഭയിലെ 7 ചതിക്കുഴികൾ, അത് നിങ്ങൾ കേട്ടു നോക്കുക. അതുപോലെ യഹോവയുടെ 7 ഉത്സവങ്ങൾ, നിർമ്മല കന്യക, യേശുവിന്റെ അമ്മ എന്നിങ്ങനെ തുടങ്ങി ഓർത്തഡോക്സ് സഭയിലെ വിശ്വാസത്തിനെതിരായിട്ട് 5 ടേപ്പുകൾ ഇറക്കി. 1000 ആളുകളെ ഓർത്തഡോക്സ് വിശ്വാസത്തിൽ നിന്ന് പെന്തക്കോസ്റ്റ് വിശ്വാസത്തിലേക്ക് നടത്താൻ ഒക്കെ പരിശ്രമിക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുകയും ചെയ്ത. അപ്പൊ ആ സ്ഥിതിക്ക് ഇങ്ങനെ ഒരു കൺഫെഷൻ നടത്തുന്നത് എന്റെ ലൈഫിനെ തന്നെ ഹോമിച്ചിട്ടാണ്. എനിക്ക് എന്നെ സംബന്ധിച്ച് സത്യം അത്രമാത്രം കമ്പല്ലിംഗ് ആണ്, അത്രമാത്രം കമ്പല്ലിംഗ് ട്രൂത്ത് ആണ്. അതുകൊണ്ടാണ് ഇത് പറയുന്നത്. അപ്പൊ എന്തെങ്കിലും ഒരു കാരണത്താൽ ഏതെങ്കിലും ഒരു പൊഴുതുണ്ടെങ്കിൽ ഇത് പറയാതിരിക്കാനാണ് എന്തെങ്കിലും ഒരു ഒഴിവ് കഴിവ്. ഇത് ഈ സത്യം എന്നെ കമ്പൽ ചെയ്യുന്നു. അതുകൊണ്ട് എന്റെ വാത്സല്യ സഹോദരങ്ങളെ, നിങ്ങളോട് ഞാൻ പറയുന്നത് ദാറ്റ് മച്ച് കമ്പല്ലിംഗ് ട്രൂത്ത്. അതുകൊണ്ടാണ് ഇത് പറയുന്നത്. എന്തെങ്കിലും ഒരു കാരണം ഉണ്ടായിരുന്നെങ്കിൽ ഞാനിത് പറയാതിരിക്കുമായിരുന്നു. സോ ദർ ഇസ് നോ പോയിന്റ്. അതുകൊണ്ട് ഓൾ ആർ വെൽക്കം, എനിവൺ ക്യാൻ കം. ആരെങ്കിലും ഉണ്ടെങ്കിൽ വരിക, എന്നെ കൺവിൻസ് ചെയ്യുക. ഞാൻ ഇപ്പോഴും പറയുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ആരെയും ഭയപ്പെടുന്നില്ല, ആരിൽ നിന്നും ഒന്നിൽ നിന്നും ഒളിച്ചോടുന്നില്ല. കാരണം ഞാനും പ്രതീക്ഷിക്കുന്നത് എന്നെ കൺവിൻസ് ചെയ്യിക്കാൻ കഴിയുന്ന ഒരാൾ വന്നിരുന്നെങ്കിൽ എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സ്റ്റിൽ ഐ ആം വെയിറ്റിംഗ് ഫോർ ദാറ്റ് മസായ. വന്നാൽ നമുക്ക് സംസാരിക്കാം. ഞാൻ എന്റെ പേഴ്സണൽ ഡിലൈമയാണ്, എന്റെ വ്യക്തിപരമായ ജീവിതത്തിലെ പ്രശ്നമാണ് പറയുന്നത്. ഞാൻ പെന്റക്കോസ്റ്റിലെ ലീഡേഴ്സിനോടും പാസ്റ്റേഴ്സിനോടും ഒക്കെ ചോദിച്ചു. They have no answer. അപ്പൊ അതുകൊണ്ട് ഇനി നമ്മൾ ഒരുമിച്ച് പഠിക്കുക. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇത് പറയാതിരിക്കാൻ എന്തെങ്കിലും പൊഴുതുണ്ടായിരുന്ന ഞാൻ പറയാതിരിക്കുമായിരുന്നു. പക്ഷെ ഇത് പറഞ്ഞേ മതിയാവൂ. ദിസ് ഈസ് ട്രൂത്ത്. അപ്പൊ ദൈവം ഈ കവനന്റ് എല്ലാം വെച്ചപ്പോ ആ കവനന്റിലെല്ലാം കുഞ്ഞുങ്ങൾ ഉൾപ്പെട്ടിരുന്നു. എന്നാൽ ഈ കവനന്റിൽ, ഈ പുതിയ നിയമ ഉടമ്പടിയിൽ കുഞ്ഞുങ്ങൾ ഉൾപ്പെടാൻ പാടില്ല എന്ന് ആരാണ് തീരുമാനിച്ചത്? സഭയുടെ ഏതെങ്കിലും കൗൺസിൽ അങ്ങനെ തീരുമാനിച്ചിട്ടുണ്ടോ? ഈ സഭയ്ക്കാണ് ദൈവം അധികാരം കൊടുത്തത്, യേശു കർത്താവ് അധികാരം കൊടുത്തത്. സഭയ്ക്ക് യേശു കർത്താവ് അധികാരം കൊടുത്തപ്പോൾ സഭ കൗൺസിലുകൾ കൂടി തീരുമാനങ്ങൾ എടുത്തു, വിശ്വാസ പ്രമാണം ഉണ്ടാക്കി. അങ്ങനെ അപ്പൊ ഏതെങ്കിലും ഒരു സഭാ കൗൺസിൽ എവിടെയെങ്കിലും നമ്മൾ കുഞ്ഞുങ്ങളെ ഇതിനകത്ത് ഇനി ഉൾപ്പെടുത്തുന്നുണ്ടോ? അപ്പൊ നിങ്ങളോട് ഇത് പറയുന്നത്, അവരോട് ചോദിക്കണം, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു രേഖ അങ്ങനെ കൊണ്ടുവരാൻ പറ്റുമോ?
അങ്ങനെ ഒരു രേഖയില്ല. കാരണം 1-ാം നൂറ്റാണ്ടിലൊക്കെ രേഖ ഉപയോഗിക്കുന്നത്. 1-ാം നൂറ്റാണ്ടിലൊക്കെ ഈ മണ്ടത്തരം പറഞ്ഞാൽ അവർ ഓടിക്കും. കാരണം നമ്മളെക്കാൾ ഏറെ അവർക്ക് ആ ഇസ്രായേൽ പാരമ്പര്യം അവർക്കറിയാം. അപ്പൊ ദൈവമാണ് ഒരു കവനന്റ് വെക്കുന്നെങ്കിൽ ആ കവനന്റിൽ സകലവരും ഉൾപ്പെടും. ആ കുടുംബം മുഴുവൻ ഉൾപ്പെടും. ആ കുടുംബത്തിലെ കുഞ്ഞുങ്ങളും ഉൾപ്പെടും, ദാസീദാസന്മാരും ഉൾപ്പെടും. എല്ലാവരും ആ കവനന്റിന്റെ കീഴിലാണ്. അതാണ് അബ്രഹാമിനോട് കവനന്റ് വെച്ചോ പറഞ്ഞു, ഈ കുഞ്ഞിനെ 8-ാം നാളിൽ പരിച്ഛേദനേൽപ്പിക്കണം എല്ലാ കുഞ്ഞുങ്ങളെയും. ബിക്കോസ് ദേ വർ അണ്ടർ ദാറ്റ് കവനന്റ്. അപ്പൊ ആ കവനന്റിന്റെ ബ്ലെസ്സിങ്സ് ഉണ്ട്, പ്രൊട്ടക്ഷൻ ഉണ്ട്, സംരക്ഷണവും അനുഗ്രഹങ്ങളും ഉണ്ട്. മോശയുടെ ഉടമ്പടി വന്നപ്പോ ആ കുടുംബത്തിലുള്ള എല്ലാവർക്കാണ് പെസഹ മുറിച്ചു കൊടുക്കുന്നത്. അല്ലാതെ പ്രായപൂർത്തിയായവർ മാത്രം പെസഹ ഭക്ഷിക്കട്ടെ, പ്രായപൂർത്തിയാകുമ്പോൾ അവർ മാത്രം പരിച്ഛേദനയേക്കട്ടെ, അങ്ങനെയല്ല. ദാറ്റ് ഈസ് നോട്ട് പേഴ്സണൽ ഡിസിഷൻ. ദൈവത്തിന്റെ കൽപ്പനയാണ്. ദൈവമാണ് ഉടമ്പടി വെക്കുന്നത്, അല്ല മനുഷ്യനല്ല. ഉടമ്പടി വെക്കുന്നത് ദൈവമാണ്, മനുഷ്യനല്ല. നിങ്ങൾ സ്വയം ഒന്ന് പറഞ്ഞേ, നിങ്ങൾ ഇരിക്കുന്നിടത്തിരുന്ന് പറ. അപ്പം നിങ്ങൾക്ക് വല്ല കുഴപ്പമാണെന്ന് ഓർക്കും കേട്ടോ. പബ്ലിക് സ്ഥലത്തിരിക്കുകയാണെങ്കിലും ധൈര്യമായിട്ട് പറഞ്ഞു. ഇങ്ങനെ പറയണം, ഉടമ്പടി വെക്കുന്നത് ദൈവമാണ്, മനുഷ്യനല്ല. പറയാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു, ഉടമ്പടി വെക്കുന്നത് ദൈവമാണ്, മനുഷ്യനല്ല. ഉടമ്പടി വെക്കുന്നത് ദൈവമാണ്, ഞാനല്ല. പക്ഷേ ഈ വെസ്റ്റേൺ അല്ലെങ്കിൽ ഈ നാശകരമായ ഉപദേശത്തിൽ ഉടമ്പടി വെക്കുന്ന ആരാണ്? മനുഷ്യനാണ്. മനുഷ്യന് ദൈവത്തോട് ഉടമ്പടി വെക്കാൻ ഒരവകാശവുമില്ല, പ്രാപ്തിയുമില്ല, പ്രാഗൽഭ്യവുമില്ല, കഴിവുമില്ല, കേൾപ്പുമില്ല. മനുഷ്യൻ ദൈവത്തോട് ഉടമ്പടി, നമ്മളല്ല. വി ആർ നോട്ട് ദ ഇനീഷ്യേറ്റർ. വി കാനോട്ട് മേക്ക് എ കവനന്റ് വിത്ത് ഗോഡ്. നമുക്ക് ദൈവത്തോട് പോയി ഉടമ്പടി വല്ലതും വെക്കാൻ പറ്റുമോ? ദൈവമാണ് ഉടമ്പടി. അവനാണ് ഓതർ ഓഫ് ദിസ് കവനന്റ്, ഈ ഉടമ്പടിയുടെ എഴുത്തുകാരൻ. ഓതർ ഓഫ് അവർ ഫെയ്ത്ത്, എബ്രായ ലേഖനം 12. ഹി ഈസ് ദ ഓതർ ആൻഡ് ഫിനിഷർ ഓഫ് അവർ ഫെയ്ത്ത്. നമ്മുടെ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനും യേശു കർത്താവാണ്. നിങ്ങളിൽ ഒരു നല്ല വേലയെ ആരംഭിച്ചവൻ, വൺ ഹൂ സ്റ്റാർട്ട്സ് എ ഗുഡ് വർക്ക് ഇൻ യു, നിങ്ങളിൽ ഒരു നല്ല വേലയെ ആരംഭിച്ചവൻ യേശുക്രിസ്തുവിന്റെ നാളോളം അതിനെ തികയ്ക്കും. അപ്പൊ കർത്താവാണ് ഈ ഉടമ്പടിയെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ, യോഹന്നാന്റെ സുവിശേഷം 15, നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്ന് അല്ല, ഞാൻ നിങ്ങളെയാണ് തിരഞ്ഞെടുത്തത്. അപ്പൊ ഇതെല്ലാം സകലത്തിന്, ഇതിനൊക്കെയും ദൈവം തന്നെ കാരണഭൂതൻ. ഇത് മുഴുവൻ ദൈവത്താൽ സംഭവിക്കുന്നതാണ്. അപ്പൊ ദൈവം ഉടമ്പടി വെച്ചിരിക്കുകയാണ്. ദൈവം നമ്മളോട് ഉടമ്പടി വെച്ചു. അപ്പൊ ആ ഉടമ്പടികളുടെ എല്ലാം അവസാനം ലാസ്റ്റ് ടെസ്റ്റമെന്റം അല്ലെങ്കിൽ ലാസ്റ്റ് കവനന്റ് അഥവാ അവസാനത്തെ ഉടമ്പടി യേശു കർത്താവ് വെക്കുകയാണ്. അവസാനത്തെ ഉടമ്പടി വെച്ചിട്ട് പറയാണ്, വാങ്ങി ഭക്ഷിച്ചുകൊള്ളുവീ, ഇത് നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. വാങ്ങി പാനം ചെയ്തു കൊള്ളുവീൻ, ഇത് നിങ്ങൾക്ക് വേണ്ടി ചൊരിയപ്പെടുന്ന പുതിയ ഉടമ്പടിയിൽ എന്റെ രക്തമാകുന്നു. അപ്പൊ പരിശുദ്ധ കുർബാന ദൈവമായ കർത്താവ് നമ്മോട് വെച്ചിരിക്കുന്ന ഉടമ്പടിയുടെ അടയാളമാണ്. പരിശുദ്ധ കുർബാന നമ്മോട് ദൈവം വെച്ചിരിക്കുന്ന ഉടമ്പടിയുടെ അടയാളമാണെങ്കിൽ, ആ ഉടമ്പടിയുടെ അടയാളമായിരിക്കുന്ന ആ സ്വർഗീയ ഭോജ്യത്തിൽ നിന്ന്, ആ സ്വർഗീയ മന്നയിൽ നിന്ന്, ആ മന്നയിൽ പങ്കാളിത്തം പറ്റുന്നതിൽ നിന്ന് കുഞ്ഞുങ്ങളെ മാറ്റി നിർത്തുന്നത് ആരുടെ അജണ്ടയാണ്? ആ ഉപദേശത്തിന്റെ പിന്നിൽ ഏത് ശക്തിയാണ് പ്രവർത്തിച്ചിരിക്കുന്നതെന്ന് നിങ്ങൾ തിരിച്ചറിയും. ദിസ് ഈസ് നോട്ട് എ സില്ലി ഇഷ്യൂ. ദൈവിക ജീവനിൽ നിന്ന് അവരെ അകറ്റുക. നിങ്ങളൊന്നോർത്ത്, ഇസ്രായേൽ പെസഹ ആചരിക്കുന്ന രാത്രിയിൽ സന്ധ്യ ആകുമ്പോൾ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് തന്നെ കതകുകൾ അടയുകയാണ്. എന്തിന്? പെസഹ കുഞ്ഞാട് അറുക്കപ്പെടാൻ പോവാ. അപ്പൊ ആ പെസഹ കുഞ്ഞാടിനെ അറുത്തു കഴിഞ്ഞാൽ ആ ഭവനത്ത് എല്ലാ വീടുകളും അടയ്ക്കും. ആ വീട്ടിലുള്ളവർ പെസഹ ഭക്ഷിക്കുക. അപ്പൊ ആ വീട്ടിലെ ഒരു കുഞ്ഞ് ആ വീടിന് പുറത്ത് കളിച്ചോണ്ട് നിൽക്കുക. അല്ലെങ്കിൽ ആ കുഞ്ഞിനെ വിളിച്ചു കയറ്റാതെ അവരെ കഥ കടയ്ക്കുന്നത് നിങ്ങൾ ഭാവനയെ കണ്ടേ? ഇല്ല. ഇനി ഒരു കുഞ്ഞ് വീടിനകത്തിരിക്കുകയാണ്. പെസഹ ഭക്ഷിക്കാൻ നേരത്ത്
കഥക് അല്പം തുറന്നിട്ട് ഈ കുഞ്ഞിന്റെ ചെവിക്ക് പിടിച്ച് ഇങ്ങനെ ആ കഥകിന് പുറത്തോട്ട് തള്ളിയിട്ട് ആ കഥ അടക്കി നിങ്ങൾ ഓർത്തു നോക്കി. അത്രയും ക്രൂരത. ആ ക്രൂരതയാണ് ഓരോ പെന്തക്കോസ്ത് സഭകളിലും നടക്കുന്നത്. പിന്നെ ഇതിലൊന്നും വിശ്വസിക്കുന്നില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ പരിശുദ്ധ കുർബാന ദൈവമായ കർത്താവ് തന്റെ സഭയോട് ചെയ്ത ഉടമ്പടിയുടെ അടയാളമാണ്. അതിൽ നിന്ന് ആരെയും മാറ്റി നിർത്തുന്നില്ല. കുഞ്ഞുങ്ങൾക്കും കൂടെ അതിനകത്ത് അവകാശം. അതുകൊണ്ടാണ് മാമോദിസ കഴിയുമ്പോൾ കുർബാന കൊടുക്കുന്നത്. അത് ദുരുപദേശമല്ല, അതാണ് ഉപദേശം. അത് തെറ്റായ പ്രാക്ടീസ് അല്ല, അതാണ് ശരിയായ പ്രാക്ടീസ്. അതൊരു ഓപ്ഷൻ അല്ല, അതൊരു കമാൻഡ്മെന്റ് ആണ്. അതൊരു അനുമതിയല്ല, അതൊരു കൽപ്പനയാണ്. കൊടുക്കണം. 8-ാം നാളിൽ പരിച്ഛേദന ഏൽക്കണം. 8-ാം നാളിൽ പരിച്ഛേദന ഏൽക്കണം. പരിച്ഛേദന കുഞ്ഞുങ്ങളെ ചെയ്യാത്തത് കൊണ്ട് മോശയ്ക്ക് നേരെ സംഹാരദൂതൻ വരികയും കുഞ്ഞുങ്ങളുടെ പരിച്ഛേദന സിപ്പോറ നടത്തിയിട്ട് അവൻ രക്തമണവാളനാണെന്ന് പറയുകയും ചെയ്തു. രക്തമണവാളൻ. ഇസ്രായേല് പരിച്ഛേദന ഏൽക്കാതിരുന്നപ്പോൾ അവർക്ക് പരാജയങ്ങൾ സംഭവിച്ചു. പിന്നീട് കൂട്ടമായി അവരെല്ലാവരും പരിച്ഛേദനയേറ്റ് ദൈവത്തോടുള്ള ഉടമ്പടിയിലേക്ക് പ്രവേശിച്ചു. ആ സ്ഥലത്തിന് ദൈവം നമ്മുടെ നിന്ന ഉരുട്ടിക്കളഞ്ഞു എന്നർത്ഥമുള്ള ഗിൽഗാൽ എന്ന് പേരിട്ടു. ഗിൽഗാൽ. ദാറ്റ് ഈസ് സോ ഇമ്പോർട്ടന്റ്. ദൈവം വ്യക്തമായി കൽപ്പിച്ചു. കുഞ്ഞുങ്ങൾ ഈ കവനന്റിൽ ഉൾപ്പെട്ടതാണ്. നമ്മൾ പഴയ നിയമ കവനന്റിനെ കുറിച്ച് പറയുന്നത്. അപ്പൊ ഈ രണ്ട് ചിന്ത നിങ്ങളുടെ അകത്ത് വേണം. പഴയ നിയമത്തിന്റെ തുടർച്ചയാണ് പുതിയ നിയമം. ആ നാട്ടൊലിവിലാണ് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതുപോലെ അതിന്റെ തുടർച്ചയായിട്ട് നമ്മൾ ഇങ്ങോട്ട് വരുമ്പം ഈ പുതിയ ഉടമ്പടിയിൽ ഇതും ഉടമ്പടിയാണ്. ആ ഉടമ്പടിയുടെ സ്വീക്വൻസിൽ അവസാനത്തേതാണ് ഈ ഉടമ്പടി. അതാണ് യേശു കർത്താവ് പറഞ്ഞത്, ഇത് അവസാനത്തെ ഉടമ്പടിയാണ്. ലാസ്റ്റ് ടെസ്റ്റമെന്റം അവസാനത്തെ ഉടമ്പടിയാണ്. ഈ ഉടമ്പടിയിൽ നമ്മുടെ കർത്താവ് സ്ഥാപിച്ച ഈ ഉടമ്പടിയിൽ കുഞ്ഞുങ്ങൾ ഒഴിവുള്ളവരാണ്. ഒന്ന്, യേശു കർത്താവിന്റെ സാക്ഷ്യം നമുക്ക് എടുക്കാം. യേശു കർത്താവിന്റെ അടുക്കൽ ചിലർ കുഞ്ഞുങ്ങളെ കൊണ്ട് ചെന്നപ്പോൾ, ശിശുക്കളെ കൊണ്ട് ചെന്നപ്പോൾ യേശു പറഞ്ഞു, ശിശുക്കളെ തടയരുത്. യാതൊരു കാരണത്താലും ഏതൊരു സാഹചര്യത്തിലും ശിശുക്കളെ തടയരുത്. നമ്മുടെ കർത്താവ് തിരുവായി മൊഴിഞ്ഞു. ഒന്നാമത്തെ സാക്ഷ്യം യേശു കർത്താവിന്റെ. രണ്ടാമത്തെ സാക്ഷ്യം പത്രോസ് അപ്പോസ്തലന്റെ അപ്പോസ്തലപ്രവൃത്തി 2 വാഗ്ദാനം നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും ഉള്ളതാണ്. മക്കൾക്കും എന്ന് എഴുതിയിരിക്കുന്ന ഗ്രീക്ക് വാക്കിൽ ടെക്നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ, ശിശുക്കൾ. കുഞ്ഞുങ്ങൾക്കും ഈ അവകാശമുണ്ട് എന്ന് വ്യക്തമായിട്ട് എഴുതിയിരിക്കുക. Poor disciples did not get this vision. വിൽസൺ മാത്യു. എന്താ ഉദ്ദേശിച്ചത് മനസ്സിലായില്ല. ഡിസൈപ്പിൾസ് എന്ന് ഉദ്ദേശിക്കുന്നത് യേശുവിന്റെ ഡിസൈപ്പിൾസ് ആണോ എന്താണെന്ന് മനസ്സിലായില്ല. ഓക്കെ, എന്തുവാട്ടെ. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട, ഒന്ന് യേശുവിന്റെ സാക്ഷ്യം, 2 പത്രോസ് അപ്പോസ്തലന്റെ സാക്ഷ്യം. ഇനി പൗലൂസ് ശ്ലീഹായുടെ ഒരു സാക്ഷ്യം നോക്കിയാൽ, പൗലൂസ് ശ്ലീഹായുടെ അടുത്തേക്ക് കാരാഗ്രഹ പ്രമാണി രാത്രി, നമുക്കറിയാം സംഭവമൊക്കെ, ഫിലിപ്പിയ കാരാഗ്രഹത്തിൽ ഭൂകമ്പം ഉണ്ടായി, തടവുകാരൊക്കെ രക്ഷപ്പെട്ടു. ആ സമയത്ത് രാത്രിയിൽ അവൻ നിലവിളിച്ചുകൊണ്ട് ചെല്ലുകയാണ്, വെളിച്ചം ചോദിച്ചുകൊണ്ട്. അപ്പൊ പൗലൂസ് പറയാം, നീ പേടിക്കണ്ട, ഞങ്ങൾ ആരും രക്ഷപ്പെട്ടൊന്നും പോയിട്ടില്ല, എല്ലാവരും ഇവിടെ ഉണ്ട്. അവൻ ചോദിക്കുന്നുണ്ട്, സഹോദരന്മാരായ പുരുഷന്മാരെ രക്ഷ പ്രാപിക്കേണ്ടതിന് ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അപ്പൊ പൗലൂസ് ശ്ലീഹ പറയുകയാണ്, കർത്താവായ യേശുവിൽ വിശ്വസിക്ക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. അപ്പൊ ആർക്കാണ് രക്ഷ? കർത്താവായ യേശുവിൽ വിശ്വസിക്കുന്നവർ രക്ഷ പ്രാപിക്കുമെന്നല്ല പൗലൂസ് ശ്ലീഹ പറഞ്ഞത്. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക എന്ന് ഇവനോടാണ് പറഞ്ഞത്. ദാറ്റ്സ് എ ഡിസിഷൻ. കർത്താവിനോട് ചേരാൻ നീ തീരുമാനമെടുക്ക്. രക്ഷ നിന്റെ കുടുംബത്തിനുണ്ട്. കാരണം അതാ കവനന്റിന്റെ കോൺസെപ്റ്റ് അറിയാവുന്നവർക്ക് അതിൽ സംശയമില്ല. അത് പിന്നെ ഇഴകീറി പരിശോധിച്ച് പഠിക്കേണ്ട ആവശ്യമില്ല. കാരണം അവർക്ക് ആ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് ഈ കവനന്റിനെ സംബന്ധിച്ച്. അതായത് ഉടമ്പടി വെച്ച് കഴിഞ്ഞാൽ അതെല്ലാവരെയും ബാധിക്കും.
എല്ലാവരെയും ബാധിക്കും. അതാണ് ഉടമ്പടി. ആണ് ഉടമ്പടിയുടെ ശക്തി. ഇന്ന് കേരളത്തിൽ പല ഗൃഹനാഥന്മാരും ഉടമ്പടി വെച്ചിട്ട് വഴിയിൽ ഇറങ്ങിയിട്ടുണ്ട്. ബ്ലേഡുകാരുമായിട്ടാണെന്നേ ഉള്ളൂ. ബ്ലേഡുകാരുമായിട്ട് പോയി ഉടമ്പടി വെക്കുക വെടിയെല്ലാം ഇരുന്ന് കുറച്ച് കഴിയുമ്പോൾ അവർ വന്നിച്ച് ഇറക്കി വിടും. അതൊരു നെഗറ്റീവ് ഉദാഹരണമായി പോയി, എങ്കിലും ഒരു ഉദാഹരണമാണ്. അപ്പൊ ഈ ഉടമ്പടി കാരാഗ്രഹ പ്രമാണിയോട് പറയാണ്, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നിട്ട് ആ രാത്രിയിൽ തന്നെ അവൻ അവരുടെ മുറിവുകളെ കഴുകി വെച്ച് കെട്ടിയിട്ട് ആ രാത്രിയിൽ തന്നെ താനും തനിക്കുള്ളവരും സ്നാനമേറ്റു. അപ്പൊ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സ്നാനമേൽക്കുക, സ്നാനമേൽക്കുക. അല്ലാതെ ഡോക്ടർ മുഴുവൻ പഠിക്കാന്നല്ല. അതൊന്നും പഠിപ്പിക്കാനൊന്നും സമയമില്ല. അവിടെ ക്ലാസ്, ബൈബിൾ ക്ലാസ് ഒന്നും എടുക്കല്ല. സ്നാനപ്പെടുക, അത് ഉടമ്പടിയിലേക്ക് പ്രവേശിക്കുകയാണ്. അത് പറഞ്ഞവർക്ക് മനസ്സിലായി, കേട്ടവർക്ക് മനസ്സിലായി, ആ പശ്ചാത്തലം, ആ ബാക്ക്ഗ്രൗണ്ട് അറിയാവുന്നവർക്ക് മനസ്സിലാവും. അപ്പൊ നമുക്കിവിടെ സാക്ഷ്യം, യേശു ക്രിസ്തുവിന്റെ സാക്ഷ്യമുണ്ട്, പത്രോസ് ലിഹായുടെ സാക്ഷ്യമുണ്ട്, പൗലൂസ് ലിഹായുടെ സാക്ഷ്യമുണ്ട്. ഇത് ഉടമ്പടിയാണ്. ആ ഉടമ്പടിയിൽ കുഞ്ഞുങ്ങൾ ഒഴിവുള്ളവരല്ല, കുഞ്ഞുങ്ങളും അതിലേക്ക് പ്രവേശിക്കുകയാണ്. അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഇനി തുടർന്ന് പൗലൂസ് ലിഹ അത് നമുക്ക് വ്യക്തമായി പിന്നെയും പഠിപ്പിക്കുന്നുണ്ട്. അത് കൊലാസി ലേഖനം 2-ാം അധ്യായം, കൊലാസി ലേഖനം 2-ാം അധ്യായം 11-ാം വാക്യം. അവനിൽ നിങ്ങൾക്ക് ക്രിസ്തുവിന്റെ പരിച്ഛേദനയാൽ ജഡശരീരം ഉരിഞ്ഞു കളഞ്ഞതിനാൽ തന്നെ കൈകൊണ്ടല്ലാത്ത പരിച്ഛേദനയും ലഭിച്ചു. സ്നാനത്തിൽ നിങ്ങൾ അവനോട് കൂടെ അടക്കപ്പെടുകയും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവത്തിന്റെ വ്യാപാര ശക്തിയിലുള്ള വിശ്വാസത്താൽ അവനോടുകൂടെ നിങ്ങളും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. നിങ്ങൾ തന്നെ ചെയ്യേണ്ടത്, ഈ പഴയ നിയമത്തിലെ പരിച്ഛേദനയും പുതിയ നിയമത്തിലെ സ്നാനവുമായിട്ട് ഒരു സമവാക്യം ഇല്ല, കണ്ടുപിടിക്കാൻ കഴിയത്തില്ല എന്നൊക്കെ നമ്മുടെ ആളുകൾ പറയും. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ കൊലാസിലേൻ എടുത്തിട്ട് 2-ാം അധ്യായം എടുത്തിട്ട് നിങ്ങൾ വായിക്കുക. നിങ്ങൾ അവിടെ വായിക്കുമ്പം പൗലൂസ് ലീഗ ഡയറക്റ്റ് അത് കണക്ട് ചെയ്താണ് പറയുന്നത്. ഇത് ഞാൻ ഉണ്ടാക്കുന്ന ഒരു ദുരുപദേശമോ അല്ലെങ്കിൽ ആളുകളെ വഞ്ചിക്കാൻ വേണ്ടി പറയുന്നതല്ല. ദിസ് ഈസ് പ്ലെയിൻ ട്രൂത്ത്. നിങ്ങളെടുത്ത് നോക്കുക, 2-ാം അധ്യായം എടുക്കുക. അവിടെ എഴുതിയിരിക്കുകയാണ്, നിങ്ങൾക്ക് ക്രിസ്തുവിന്റെ പരിച്ഛേദനയാൽ ജഡശരീരം ഉരിഞ്ഞു കളഞ്ഞതിനാൽ തന്നെ കൈകൊണ്ടല്ലാത്ത പരിച്ഛേദനയും ലഭിച്ചു. കൈകൊണ്ടല്ലാത്ത പരിച്ഛേദനയും ലഭിച്ചു. എങ്ങനെയാണ് കൈകൊണ്ടല്ലാത്ത പരിച്ഛേദന ലഭിച്ചത്? അന്നേരം പറയാണ്, അത് എഴുതി കുത്തിട്ടിട്ട് അന്നേരം അടുത്ത് പറയാണ്, സ്നാനത്തിൽ. ഓൾ ദീസ് ഹാപ്പൻഡ് ഇൻ ബാപ്റ്റിസം. അപ്പൊ ബാപ്റ്റിസം, സ്നാനം അല്ലെങ്കിൽ അമോദിസ പരിച്ഛേദനയുമായിട്ട് ഡയറക്റ്റ് കണക്ട് ചെയ്താണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഇനി നിങ്ങൾ പറ, അതിൽ നിന്ന് കുഞ്ഞുങ്ങളെ ഒഴിവാക്കണം, കുഞ്ഞുങ്ങളെ ഒഴിവാക്കണമോ? ഇതിന് വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട ഒബ്ജക്ഷൻ, ഇനി അത് ഞാൻ നിങ്ങളോട് പറയാം. ആ ഒബ്ജക്ഷൻ ഇവരെല്ലാം പറയുന്നത്, എനിക്ക് ഇൻബോക്സിൽ ഇങ്ങനെ മെസ്സേജുകൾ അയക്കുന്നവര് പറഞ്ഞിരിക്കുന്ന ഒബ്ജക്ഷൻ, പരിച്ഛേദനയും സ്നാനവുമായിട്ട് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. കാരണം പഴയ നിയമത്തിലെ പരിച്ഛേദന മെയിൽ ചൈൽഡിന്, ആൺ പ്രജകൾക്ക് മാത്രമുള്ളതാണ്. പെൺകുട്ടികളെ പരിച്ഛേദന ചെയ്യിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് സ്നാനമാണെങ്കിൽ ഇത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഉണ്ട്. അതുകൊണ്ട് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറയും. അവിടെ നിങ്ങൾ മനസ്സിലാക്കണം, പുതിയ ഉടമ്പടിയെ പറ്റി, ആ പുതിയ ഉടമ്പടിയുടെ മഹനീയത, അതിന്റെ ശ്രേഷ്ഠത, അധികം മെച്ചമായത് എന്നാണ് എബ്രായ ലേഖനത്തിന്റെ കീ വാക്കേട്. അതായത് എബ്രായ ലേഖനം നിങ്ങൾ പഠിക്കുമ്പോൾ, എബ്രായ ലേഖനത്തിൽ ഓരോ ഭാഗവും പഠിക്കുമ്പോൾ അത് കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ കീവേഡ് ഉപയോഗിക്കാം. ബെറ്റർ അല്ലെങ്കിൽ അധികം മെച്ചമായത്. അപ്പൊ ബെറ്റർ എന്നാണ് എബ്രായ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത്. ജീസസ് ഈസ് ബെറ്റർ ദാൻ മോസസ്, ന്യൂ കവനന്റ് ഈസ് ബെറ്റർ ദാൻ ഓൾഡ് കവനന്റ്. അങ്ങനെ എല്ലാം ബെറ്റർ ആണ്, കൂടുതൽ മെച്ചമായത്. അപ്പോ ന്യൂ കവനന്റ് ഈസ് ബെറ്റർ ദാൻ ഓൾഡ് കവനന്റ് ഇൻ ഓൾ മീൻസ്. എല്ലാ അർത്ഥത്തിലും പുതിയ ഉടമ്പടി പഴയ ഉടമ്പടിയേക്കാൾ മികച്ചതാണ്, കൂടുതൽ മെച്ചമാണ്. അപ്പൊ കൂടുതൽ മെച്ചമാകുമ്പം അതിന്റെ സ്കോപ്പ് കൂടുതൽ വിശാലമാണ്. പഴയ ഉടമ്പടിയിൽ ആ അടയാളം പുരുഷ പ്രജയ്ക്ക് മാത്രമേ ഉള്ളെങ്കിൽ, മെച്ചമായ പുതിയ ഉടമ്പടി വന്നപ്പോ ആ അടയാളം പുരുഷ പ്രജയ്ക്കും സ്ത്രീ പ്രജയ്ക്കും കിട്ടുന്നു. ക്രിസ്തുയേശുവിൽ പുരുഷനെന്നോ സ്ത്രീ എന്നോ വ്യത്യാസമില്ല.
അപ്പൊ സ്ത്രീ പുരുഷ വ്യത്യാസമന്യേ അടയാളം കിട്ടുന്നു. കൂടുതൽ ആളുകളിലേക്ക് അത് പോവാണ് പുതിയ ഉടമ്പടി. കാരണം ഇറ്റ് ഈസ് മോർ ഇൻക്ലൂസീവ്. കൂടുതൽ ആളുകളെ ഉൾക്കൊള്ളുന്നു. അതാണ് പുതിയ ഉടമ്പടി. പഴയ ഉടമ്പടി ആ ഇസ്രായേൽ ഗോത്രങ്ങളെ മാത്രം ഉൾക്കൊള്ളുമ്പം പുതിയ ഉടമ്പടി സകല ജാതികൾക്കും ഉള്ള ഒരു മഹാ സന്തോഷമാണ്. അപ്പൊ മോർ ഇൻക്ലൂസീവ് ആണ്. കൂടുതൽ ആളുകളെ ഉൾക്കൊള്ളുന്നു. കൂടുതൽ ആളുകളെ. അത് യഹൂദൻ മാത്രമാണ്. പക്ഷെ ഇവിടെ ഇപ്പം യഹൂദനും യവനനും ബർബരനും ജ്ഞാനിയും ബോഷനും റോമനും പാർത്യനും മേദ്യനും മെസപ്പൊട്ടോമിയനും ഗലാത്യനും പാംഫുല്യയിലുള്ളവനും ഫ്രിജിയയിലുള്ളവനും സകല ജാതികളും ഗോത്രങ്ങളും ഭാഷകളും വംശങ്ങളും സകലവരെയും ഓൾ ഇൻക്ലൂസീവ് ആണ്. അപ്പൊ കൂടുതൽ ആളുകളെ ഉൾക്കൊള്ളുകയാണ്. കൂടുതൽ ആളുകളെ ഉൾക്കൊള്ളുമ്പോൾ ആരെയും മാറ്റി നിർത്തുന്നില്ല. അപ്പോഴാണ് പറയുന്നത് നിക്കട്ടെ നമുക്ക് കുഞ്ഞുങ്ങളെ മാറ്റണം. അപ്പൊ ഫൈനൽ കവനന്റ് ആണ്, ലാസ്റ്റ് കവനന്റ് ആണ്. ലാസ്റ്റ് കവനന്റിൽ നോ എക്സ്ക്ലൂഷൻസ്, ഓൾ ഇൻക്ലൂസീവ്, ഓൾ ആർ ഇൻക്ലൂഡഡ്. ആദാമിന്റെ, ഞാൻ എപ്പോഴും വായിക്കുന്നത്, ആദാമിന്റെ സകല സന്തതികൾക്കും. അപ്പൊ ആദാമിന്റെ സകല സന്തതികളും ഇൻക്ലൂഡഡ് ആയിരിക്കുന്ന ഈ കവനന്റിൽ നിന്ന് ആരെയും ഏതൊരു കാരണം പറഞ്ഞും മാറ്റി നിർത്തുവാൻ നമുക്ക് കഴിയത്തില്ല. സോ കുഞ്ഞുങ്ങൾ ഇൻക്ലൂഡഡ് ആണ്, അവരെ മാറ്റി നിർത്താൻ പറ്റും. പഴയ നിയമത്തിൽ മെയിൽ ചൈൽഡ് മാത്രമല്ല, പുതിയ നിയമത്തിൽ മെയിൽ ചൈൽഡും ഫീമെയിൽ ചൈൽഡും ഉണ്ട്. പഴയ നിയമത്തിൽ യഹൂദന് മാത്രമായിരുന്നെങ്കിൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യഹൂദനും യവനനും ജാതികൾ സകലർക്കും അതുണ്ട്. എല്ലാവരും ഉൾക്കൊണ്ടിരിക്കുന്നു. ഓൾ ഇൻക്ലൂസീവ് കവനന്റ് ഓഫ് ഗോഡ്. അതാണ് നിങ്ങൾ ആ കവനന്റ് ആയിട്ട് പഠിക്കണം. ഈ പുതിയ ഉടമ്പടിയെ ആ ഉടമ്പടി എന്ന നിലയ്ക്ക് തന്നെ അതിന് കവനന്റ് ആയിട്ട് തന്നെ അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. ആ കവനന്റ് ആയിട്ട് മനസ്സിലാക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ പോഷത്വം മനസ്സിലാകും. അർത്ഥശൂന്യത മനസ്സിലാകുന്ന തന്നെയല്ല, ഇതിന്റെ ആവശ്യകത മനസ്സിലാകും. ആവശ്യകത എന്ന് മാത്രമല്ല, ഇതിന്റെ അടിയന്തര പ്രാധാന്യം മനസ്സിലാകും. കാരണം ആ ഉടമ്പടിയുടെ സൈൻ ഏൽക്കാത്തത് കൊണ്ട് മോശ എന്ന് പറയുന്ന ശക്തനായ ഒരു നേതാവിനെ പോലും കൊന്നുകളയുവാൻ ഒരു ദൂതൻ ഇറങ്ങി വന്നതാണ് നമ്മൾ വായിക്കുന്നത്. അത്രമാത്രം സീരിയസ് ആണ്. ദൈവം തന്റെ ഉടമ്പടിയെ അത്രമാത്രം ഹോണർ ചെയ്യുന്നു. ദൈവം തന്റെ ഉടമ്പടിയെ അത്രമാത്രം മാനിക്കുന്നു. അപ്പൊ ഈ ഉടമ്പടിയിലേക്ക് വന്നിരിക്കുന്നവർ ഇന്ന് ന്യായപ്രമാണത്തിലല്ല, കൃപയ്ക്ക് കീഴിലാണ്. റോമർ 6:14. ഒരു സഹോദരി കമന്റ് എഴുതിക്കണ്ട, സെൽഫ് ഗോൾ അല്ലേ അടിക്കുന്നേ. കൃപയ്ക്ക് കീഴിലാണ്, അതുകൊണ്ട് പ്രമാണമല്ലല്ലോ. കൃപ ഫ്രീലി ഗിവൺ ആണ്. സോ കുഞ്ഞുങ്ങൾ അതിനകത്ത് ഉൾപ്പെട്ടിരിക്കുന്നു. കുഞ്ഞുങ്ങളെ ഒഴിവാക്കേണ്ട ആവശ്യമില്ലല്ലോ, ഇത് കൃപയല്ലേ. അപ്പൊ അബ്രഹാം വിശ്വസിച്ചു, വിശ്വാസത്താൽ അവൻ അത് നീതിയായി കണക്കിട്ടു, വിശ്വാസത്താൽ അവൻ നീതീകരിക്കപ്പെട്ടു. പക്ഷേ അബ്രഹാമിന്റെ കുഞ്ഞുങ്ങൾക്കും ആ ദാസന്മാർക്കും ആ പരിച്ഛേദന ഏൽക്കാൻ കഴിയുമായിരുന്നു. ബിക്കോസ് ഓഫ് എബ്രഹാമിക് ഫെയ്ത്ത്, ബിക്കോസ് ഓഫ് എബ്രഹാമിക് കവനന്റ്, they all were included in that Abrahamic covenant. ആ അബ്രഹാമിനോടുള്ള ഉടമ്പടിയിൽ അവരെല്ലാവരും ഉൾപ്പെട്ടിരുന്നു. അതുപോലെ ക്രിസ്തുയേശുവിന്റെ ഈ ഉടമ്പടിയിൽ ക്രിസ്തു ജനിച്ചപ്പോൾ തന്നെ പറഞ്ഞത് സകല ജനതകൾക്കും ഉണ്ടാകാനുള്ള ഒരു മഹാസന്തോഷമാണ്. സോ വി ഓൾ ആർ ഇൻക്ലൂഡഡ്. യു ആർ ഇൻക്ലൂഡഡ്. ഇൻക്ലൂഷൻ, ഗോസ്പൽ ഓഫ് ഇൻക്ലൂഷൻ. അപ്പൊ ഗ്ലോറിയസ് ഗോസ്പൽ എന്ന് പറഞ്ഞാൽ ഗോസ്പൽ ഓഫ് ഇൻക്ലൂഷൻ ആണ്, നോട്ട് എക്സ്ക്ലൂഷൻ. നോ എക്സ്ക്ലൂഷൻ. അപ്പൊ ഗോസ്പൽ ഓഫ് ഇൻക്ലൂഷൻ നമ്മുടെ ഗോസ്പലിന്റെ വേറൊരു പേരാണ്. ഗ്ലോറിയസ് ഗോസ്പൽ എന്ന പേര് മാത്രമല്ല, നമ്മൾ ക്യാരി ചെയ്യുന്ന ഗോസ്പലിന് ധാരാളം പേരുകളുണ്ട്. നമ്മുടെ ഗ്ലോറിയസ് ഗോസ്പലിന്റെ മറ്റൊരു പേരാണ് ഗോസ്പൽ ഓഫ് ഇൻക്ലൂഷൻ. അപ്പം നിങ്ങൾ വിശ്വസിക്കുന്ന ഗോസ്പൽ ഓഫ് ഇൻക്ലൂഷൻ ആണോ ഗോസ്പൽ ഓഫ് എക്സ്ക്ലൂഷൻ ആണോ എന്ന് അവരോട് ചോദിക്കണം. ഗോസ്പൽ ഓഫ് ഇൻക്ലൂഷൻ. നമ്മൾ വിശ്വസിക്കുന്ന ഗോസ്പൽ ഓഫ് ഇൻക്ലൂഷൻ ആണ്. ആരും ഇതിനകത്ത് നിന്ന് എക്സ്ക്ലൂഡഡ് അല്ല, എല്ലാവരും ഇൻക്ലൂഡഡ് ആണ്. നമ്മൾ ആരെയും എക്സ്ക്ലൂഡ് ചെയ്യുന്നില്ല, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾ എന്ന പേര്. അതൊക്കെ സില്ലി ക്വസ്റ്റ്യൻസ് ആണ്, അതൊന്നും മറുപടി അർഹിക്കുന്ന കാര്യമല്ല. ഇവരുടെ വിഷയങ്ങൾ അതൊക്കെയാണ് പല ആളുകളും ചോദിക്കുന്നത്. ആ ഉടുപ്പിടുന്ന എന്തിനാണ്, ഈ ഉടുപ്പിടുന്ന എന്തിനാണ്, അവിടെ ഇരിക്കുന്ന എന്തിനാണ്, അങ്ങോട്ട് നോക്കുന്ന എന്തിനാണ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. പിന്നെ ട്രോളുകൾ ഉണ്ടാക്കുക, പടങ്ങൾ ഇങ്ങനെ പല ഷേപ്പില് പടങ്ങൾ വരച്ച് അയക്കുക.
പിറ്റി. ഐ ഫീൽ പിറ്റി ഓൺ യു ഓൾ. കാരണം ഇത്രയും ഗൗരവമായ വിഷയം, അടിസ്ഥാനപരമായ വേദശാസ്ത്ര വിഷയങ്ങൾ ഇവിടെ വിശകലനം ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ പക്ഷത്തു നിന്ന് വരുന്ന മറുപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കുറച്ച് കോക്കറി കാണിക്കുക, ഞുള്ളിപ്പറിക്കുക, ചിത്രങ്ങൾ വികലമാക്കുക, ഇതൊക്കെ അല്ലാതെ കാര്യകാരണ സഹിതം ഒരു മറുപടിയും പറയാൻ നിങ്ങൾക്കില്ലെന്ന് എനിക്കറിയാം. കാരണം 25 വർഷം ഞാൻ അതിനകത്ത് നിന്നിട്ട് വല്ല മറുപടി ഒപ്പിക്കാൻ നോക്കിയിട്ട് ഒരു മറുപടി ഇല്ല. അപ്പൊ പിന്നെ മറുപടി ഇല്ലെന്നുള്ളത് എനിക്കറിയാം. പിന്നെ അത് കഴിഞ്ഞ് നിങ്ങൾ പുതുതായിട്ട് വല്ലോ ട്രയംഫിന് ഓർഡർ ചെയ്ത്, അപ്പൊ റഷ്യയുടെ ട്രയംഫ് എന്നൊക്കെ പറഞ്ഞ് ഇന്ത്യ ഓർഡർ ചെയ്ത പോലെ അങ്ങനെ വല്ല പുതുതായിട്ട് വല്ലതും മേടിച്ചെങ്കിൽ അങ്ങനെ ഒരു സാധനം ഇല്ലെന്ന് എനിക്കറിയാം. സോ നിങ്ങൾക്ക് അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ കൊണ്ടുവരാം, നമുക്ക് നോക്കാം. അല്ലാതെ ഇങ്ങനെയുള്ള വാദങ്ങൾക്കൊന്നും മറുപടി പറയാൻ എനിക്ക് സമയമില്ല. 10,000-ങ്ങളെ എബ്രഹാം കെ ജോൺ, യേശുവിലുള്ള വിശ്വാസം മാത്രം മതി. ഏത് സഭയും യേശുവിലാണ് വിശ്വസിക്കുന്നത്. യേശുവിലുള്ള വിശ്വാസമാണ് നമ്മളെ രക്ഷിക്കുന്നത്. മനസ്സിലായോ? നമ്മളിലുള്ള വിശ്വാസമല്ല, യേശുവിലുള്ള വിശ്വാസമാണ് നമ്മളെ രക്ഷിക്കുന്നത്. ദൈവത്തിന്റെ ആ ഗ്രേസും ദൈവത്തിന്റെ ലഫും നമ്മളെ രക്ഷിച്ചിരിക്കുന്നു. ദൈവത്തിന്റെ കരുണയും ദൈവത്തിന്റെ സ്നേഹവും നമ്മെ രക്ഷിച്ചിരിക്കുന്നു. അപ്പൊ നമ്മെ രക്ഷിച്ചിരിക്കുന്ന ആ ദൈവത്തോടുള്ള ആ സ്നേഹത്തോടും ആ ഗ്രേസിനോടുമുള്ള നമ്മുടെ റെസ്പോൺസ് ആണ് നമ്മുടെ വർഷിപ്പ്. അല്ല നമ്മളെ രക്ഷിക്കാൻ വേണ്ടി നമ്മൾ പോയി ഇത് ചെയ്യുന്നത്. സോ അതാണ് എന്റെ സംഭവം. ഞാൻ നോക്കുകയാണ് നിങ്ങളുടെ കമന്റുകൾ. സ്നാനത്തിൽ നിന്നും കുഞ്ഞുങ്ങളെ നിശ്ചയമായും ഒഴിവാക്കണം. അത് ഞങ്ങളുടെ സഭയുടെ നേതൃത്വത്തിന്റെ കാര്യമാണ്. അത് പറഞ്ഞാണ് ഞങ്ങൾ പാരമ്പര്യ സഭയിലെ ആളുകളെ ഞങ്ങളുടെ കൂടെ നിർത്താനാകും. ജിജി എബ്രഹാം, നമ്മൾ ഇത് വളരെ വളരെ ഗൗരവമായിട്ട് നിങ്ങൾ ഓരോരുത്തരും ഇത് പഠിക്കണം. എന്റെ ആഗ്രഹം അതാണ്. കാരണം നിങ്ങൾ ഇത് ഗൗരവമായിട്ട് പഠിച്ചിട്ട് നിങ്ങളുടെ ചുറ്റുപാടുള്ളവരെ പഠിപ്പിക്കണം, നിങ്ങളുടെ വീടുകളിലുള്ളവരെ പഠിപ്പിക്കണം. പ്രത്യേകിച്ച് നിങ്ങൾ കാണുന്ന ഈ തെറ്റായ ഗോസ്പൽ ഹോൾഡ് ചെയ്യുന്നവരെ അവരെയും ബോധവൽക്കരിക്കണം. എനിക്ക് ഇന്ന് കിട്ടിയൊരു കുറെ മെസ്സേജ് ഉണ്ട്. അതിനകത്ത് എന്നെ കൂടുതൽ ടച്ച് ചെയ്തൊരു മെസ്സേജാണ്. ഒരു യങ്സ്റ്റർ എഴുതിയിരിക്കുന്നതാണ്. അദ്ദേഹം പെന്റക്കോസ്റ്റലാണ്. അപ്പൊ അദ്ദേഹം പറയാണ്, ഞാൻ പെന്റക്കോസ്റ്റലായിരിക്കുന്നതിൽ അഭിമാനിച്ചിരുന്നു, വളരെ അഭിമാനിച്ചിരുന്നു. പക്ഷെ പാസ്റ്ററുടെ മെസ്സേജുകൾ കേട്ടപ്പോൾ അതെന്റെ കണ്ണ് തുറപ്പിച്ചു. ഇന്ന് ഞാൻ ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ അഭിമാനിക്കുന്നു. എനിക്ക് എല്ലാവരെയും സ്നേഹിക്കാൻ സാധിക്കുന്നു, എല്ലാവരും ഉൾക്കൊള്ളാൻ സാധിക്കുന്നു. വലിയ ചേഞ്ച് വന്നിരിക്കുന്നു. ധാരാളം മെസ്സേജുകൾ അങ്ങനെ കിട്ടുന്നുണ്ട്. ഈവൻ പാസ്റ്റേഴ്സ്, ഇന്ന് എനിക്ക് കിട്ടിയ മെസ്സേജിൽ 3 മെസ്സേജ് പാസ്റ്റേഴ്സിന്റെ ആണ്. പാസ്റ്റേഴ്സ് അവരൊക്കെ ചെറിയ ചെറിയ സഭകൾ നടത്തുന്നത്, എല്ലാം ഒരു 60 പേരിലൊക്കെ താഴെയുള്ള സഭകളാണ്. സഭയുടെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവരെല്ലാം പറയാണ്, ഞങ്ങളിപ്പോ ഞായറാഴ്ചകളിൽ തൃത്വമായ ദൈവത്തെ ആരാധിക്കുന്നു. ഞങ്ങൾക്ക് വലിയ സമാധാനവും വലിയ സന്തോഷവും, ഞങ്ങൾക്ക് കൂടുതൽ ലൈറ്റ് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ഇങ്ങനെയൊക്കെ ആളുകൾ ചേഞ്ച് ആവുന്നുണ്ട്. ഇപ്പൊ സഭയുടെ സത്യവിശ്വാസത്തിലേക്കുള്ള മടക്കയാത്രയിലാണ് എല്ലാവരും. ഇത് അതിന്റെ സമയമാണ്, അതിന്റെ സീസണാണ്. അധികകാലം ഇത് ഗ്രഹണം മാറിയിരിക്കുന്നു. സത്യത്തിന്റെ ഉദയത്തിലേക്ക് നമ്മൾ അടുക്കുകയാണ്. സത്യം വീണ്ടും ഉദിച്ചിരിക്കുന്നു. അപ്പൊ അസത്യത്തിന്റെ കാർമേഘങ്ങൾ മാറിപ്പോകട്ടെ. അല്ലെങ്കിൽ തന്നെ രാഹുവിന് തല മാത്രമല്ലേ ഉള്ളൂ, മുറിച്ചു കളഞ്ഞിരിക്കുക. അതുകൊണ്ട് രാഹു വിഴുങ്ങിയാലും അത് പുറത്തു വരും, ശോഭിതമായിട്ട് പുറത്തു വരും. സത്യം പുറത്തു വരികയാണ്. അപ്പൊ രാഹു കാലം അതിന്റെ എന്നാ പറയുന്നത്, അപഹാരമോ എന്താ വാക്ക് മറന്നുപോയി. അപ്പൊ അത് അങ്ങ് മാറിയിട്ട് ഈ സത്യം തെളിയുകയാണ്. സോ അധിക കാലം ഇതിനെ മറച്ചു വെക്കാൻ കഴിയുകയില്ല എന്നുള്ള സത്യം വരികയാണ്. അപ്പൊ ഈ മാമോദിസ എന്ന് പറയുന്നത് നല്ല മനസാക്ഷിക്കായിട്ടുള്ള ഒരു അപേക്ഷയാണ്. നല്ല മനസാക്ഷി എന്ന് പറഞ്ഞാൽ ആ ക്രിസ്തുവിൽ നമ്മളെ കണ്ടെത്തുക, നമ്മുടെ ഒറിജിനൽ റിയൽ ഇമേജിനെ കണ്ടെത്തുക, അതിനുവേണ്ടി സമർപ്പിക്കുകയാണ്. അപ്പൊ 2 സ്നാനം നടക്കുകയാണ്. ക്രിസ്തു സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ആ ദൈവമായ കർത്താവ് മനുഷ്യനോട് ഐഡന്റിഫൈ ചെയ്യാൻ അവൻ യോർദാനിൽ സ്നാനമേറ്റു. അവനോട് ഐഡന്റിഫൈ ചെയ്യുവാൻ നമ്മൾ അവനിലേക്ക് സ്നാനപ്പെടുന്നു. സോ ദിസ് ഈസ് സോ ഗ്ലോറിയസ്. നമ്മൾ ഈ ട്രൂത്തിനെ പറയുക, ഈ കവനന്റ് എന്താണെന്ന് മനസ്സിലാക്കുക. കവനന്റ് തിയോളജിയുടെ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ നിങ്ങൾ ഈ ബാപ്റ്റിസത്തെ പ്രസന്റ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് പരിചയമുള്ളവരെയും
സംശയങ്ങളുള്ളവർ നിങ്ങൾ ഇത് മനസ്സിലാക്കി കൊടുക്കുക. ഈ സ്ഥിരമായിട്ട് ലൈവ് കാണുന്നവർക്ക് കാര്യങ്ങൾ നന്നായി തന്നെ മനസ്സിലായിട്ടുണ്ടെന്നാണ് എന്റെ ബോധ്യം. അതുകൊണ്ട് നിങ്ങൾ ഈ കവനന്റിന്റെ അടിസ്ഥാനത്തിൽ പറയുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എതിരഭിപ്രായങ്ങളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ലൈവിൽ ജോയിൻ ചെയ്ത് സംസാരിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ദയവായി വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ മെസ്സഞ്ചറിൽ കോൺടാക്ട് ചെയ്യുക. ദൈവം നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ. മേ ഗോഡ് ബ്ലെസ് യു. സ്വർഗാദൂതർക്കുടയവനേ, അവരാൽ മഹത്വപ്പെടുന്നവനേ, വന്ദനവോടെ നിനക്കു സ്തുതി, പ്രാർത്ഥനകൾ കൈക്കൊള്ളണമേ. ത്രിയേകാമേകത്രയാം ഏകദൈവവുമായുള്ള പിതൃസുത പരിശുദ്ധാത്മാവാം സത്യപരനേ നിനക്കു സ്തുതി. കുഴല് ഊതിക്കൊണ്ടുപോയ ദിവസമാണ്, എന്റെ വാർഷികമാണ്. കുഴലൂത്ത് വാർഷികം ആശംസിക്കുന്നു. ഞാനും എന്റെ പുറകെ പോയതാണ്. ബലഹീനരുടെ അപേക്ഷകളും അനുതാപികളുടെ കണ്ണീരും മുൻഫലമായ കാഴ്ചകൾ പോൽ കൈക്കൊള്ളുവോനേ നിനക്കു സ്തുതി. സ്വർഗദൂതന്മാർ തന്നെ സ്തുതിയാൽ ഘോഷിക്കുന്നവനെ, ൂഴികളായവരിൽ നിന്ന് അളവില്ലാതെ നിനക്കു സ്തുതി. പിതൃസുത പരിശുദ്ധാത്മാവാം ഏകദൈവത്തിൻ പക്കൽ നിർമ്മലമായ ബോധത്താൽ സ്തോത്രം നാം ചെയ്തിടേണം.